السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. اللهم لك الحمد كله ولك الشكر كله وإليك يرجع الأمر كله. ربنا لا مانع لما أعطيت ولا معطي لما منعت ولا راد لما قضيت ولا مبدل لما حكمت ولا ينفع ذا الجد منك الجد. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. يا لطيفا بخلقه يا عليما بخلقه يا خبيرا بخلقه الطف بنا يا لطيف يا عليم يا خبير. صلى الله على سيدنا محمد وعلى آله وأصحابه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون. صدق الله العلي العظيم. يا من يجيب دعاء المضطر في الظلم يا كاشف الضر والبلوى مع السقم. إن كان جودك لا يرجوه ذو سفه فمن يجود على العاصين بالكرم. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. बसारत खो गई लेकिन बसीरत तो सलामत है. मदीने हमने देखा है मगर नादीदा नादीदा. मदीना जाके हम समझे तक़द्दुस किसको कहते हैं. हवा पाकीज़ा पाकीज़ा फिजा संजीदा संजीदा. खुसरवी अच्छी लगी ना सरवरी अच्छी लगी. खुसरवी अच्छी लगी ना सरवरी अच्छी लगी. हम फकीरों को मदीने की गली अच्छी लगी. അനുഗ്രഹീതമായ ഈ ദുആയുടെയും ഇൽമിന്റെയും മജ്ലിസിൽ സന്നിഹിതരായിരിക്കുന്ന ബഹുമാന്യരായ സയ്യിദുമാരെ, അഭിവന്ദരായ ഉസ്താദുമാരെ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെയും SKSSFന്റെയും നേതാക്കളെ, പ്രവർത്തകന്മാരെ,
ഇവിടെ ഒരുമിച്ച് കൂടിയ സത്യവിശ്വാസികളായ സഹോദരീ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നിങ്ങളൊക്കെ ഒരുപാട് നേരമായി ഇങ്ങനെ ഇരിക്കുന്നു. ഞാനിവിടെ വേദിയിലേക്ക് വന്ന് കുറച്ച് സമയമേ ആയിട്ടുള്ളൂ. ഇവിടെ നമ്മൾ ഇരുന്നു, മജ്‌ലിസുൻ നൂറിൽ പങ്കെടുത്തു, വഅദ് കേൾക്കുന്നു. ഇതിന്റെയൊക്കെ പുണ്യം കൊണ്ട് നമ്മിൽ നിന്ന് ഇന്ന് ഈ സമയം വരെ എന്തെല്ലാം ദോഷങ്ങൾ വന്നുപോയിട്ടുണ്ടോ എല്ലാം അല്ലാഹു അവന്റെ കാരുണ്യം കൊണ്ട് നമുക്ക് മാപ്പാക്കി തരുമാറാവട്ടെ. എല്ലാവരും ആമീൻ പറയൂ. അല്ലാഹു നമുക്ക് പുറത്തു തരുമാറാവട്ടെ. ജീവിച്ചിരിക്കുന്നവരും മരണപ്പെട്ടു പോയവരുമായ നമ്മുടെ മാതാപിതാക്കൾ, ഭാര്യ സന്താനങ്ങൾ, ഉസ്താദുമാർ എല്ലാവർക്കും അല്ലാഹു തആല പുറത്തു കൊടുക്കുമാറാവട്ടെ. ഈമാൻ കൊണ്ട് അല്ലാഹു നമ്മുടെ ഹൃദയങ്ങളെ വെളിച്ചമാക്കുമാറാവട്ടെ. നമ്മൾ ഈ ഇരിക്കുന്നവർ, നാമുമായി ബന്ധപ്പെട്ടവർ, രോഗങ്ങൾ, കടങ്ങൾ, ഭൗതികവും ഉഖ്റവിയുമായ എല്ലാ പ്രയാസങ്ങളെയും അല്ലാഹു ദൂരീകരിച്ചു തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ എന്ന് ദുആ ചെയ്യുന്നു. നമ്മുടെ സംഘാടകർ നമ്മുടെ സമൂഹത്തിന്റെ വഴികേടിനെ സംബന്ധിച്ച് സംസാരിക്കണം, ഒരല്പമെങ്കിലും ഈമാനിന് ശക്തി പകരുന്ന സതുപദേശം നൽകണം എന്ന ലക്ഷ്യത്തോടെയായിരിക്കാം വഴിതെറ്റുന്ന മുസ്ലിം ഉമ്മത്ത് എന്ന ശീർഷകം ഇവിടെ നൽകിയിരിക്കുന്നത്. ജീവിതത്തിന്റെ ഓട്ടപ്പാച്ചിലുകൾക്കിടയിൽ, ക്രയവിക്രയങ്ങൾക്കിടയിൽ, നമ്മുടെ ചുറ്റുപാടുകൾക്കിടയിൽ നമ്മുടെ ഈമാനിന് പൊടി പിടിക്കാനും ചെളി പുരളാനും സാധ്യതയുണ്ട്. ഈമാനിന്റെ ഒരു രീതി അങ്ങനെയാണ്. സാധാരണ വാഹനങ്ങളൊക്കെ നമ്മളിങ്ങനെ സർവീസ് ചെയ്യുന്നത് പോലെ ഈമാനും സർവീസ് ചെയ്യണം എന്നാണ് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ജദ്ദിദു ഈമാനക്കും, ഈമാനിനെ നിങ്ങൾ പുതുക്കണം. ഈമാനിനെ പുതുക്കുവാനുള്ള വ്യത്യസ്തങ്ങളായ മാർഗങ്ങളുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ ദിക്ർ ദുആയുടെയും നസീഹത്തിന്റെയും മജ്ലിസ് എന്ന് പറയുന്നത്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹു നടത്തുന്ന ഒരു അഭിസംബോധന സാധാരണ വെള്ളിയാഴ്ചകളിൽ നമ്മൾ കേൾക്കാറുണ്ട്. സൂറത്തുൽ അഅലയിലും അൽ ഗാശിയയിലും ആ ഉപദേശം തുടർന്ന് അല്ലാഹു പറയും. തുടർച്ചയായി ഒന്ന്, ഫദക്കിർ ഇൻ നഫഅത്തിൽ ദിക്റാ സയദക്കറു മൻ യഖ്ശാ വയതജന്നബുഹൽ അഷ്ഖാ എന്ന് പറഞ്ഞുകൊണ്ടാണ് സൂറത്തുൽ ഗാശിയയിൽ അല്ലാഹു പറയുന്നതാകട്ടെ, ഫദക്കിർ ഇന്നമാ അൻത മുദക്കിർ ലസ്ത അലൈഹിം ബിമുസൈതിർ ഇല്ലാ മൻ തവല്ലാ വകഫർ ഫയുഅദ്ദിബുഹുല്ലാഹുൽ അദാബൽ അക്ബർ ഇന്ന ഇലൈനാ ഇയാബഹും സുമ്മ ഇന്ന അലൈനാ ഹിസാബഹും. അല്ലാഹു നമുക്ക് ഖുർആനിലേക്ക് കൂടുതൽ അടുക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. എന്താണ് അല്ലാഹു പറയുന്നത്? നബിയെ, അങ്ങയുടെ പ്രബോധിത സമൂഹത്തെ, അങ്ങയുടെ ഉമ്മത്തിനെ, ഇപ്പോഴുള്ളവരെയും വരാനിരിക്കുന്നവരെയും ഖിയാമത്ത് നാൾ വരെ കടന്നു വരാനിരിക്കുന്ന എല്ലാവരെയും ഫദക്കിർ ഇൻ നഫഅത്തിൽ ദിക്റാ, അവർക്കങ്ങ് സതുപദേശങ്ങൾ നൽകണം. അതല്ലെങ്കിൽ അവരെ അങ്ങ് കാര്യങ്ങൾ ഓർമ്മിപ്പിച്ചു കൊടുക്കണം. അവർ മറന്നുപോയ കാര്യങ്ങളെ, അവർ അശ്രദ്ധരായ സംഗതികളെ, അവർ വിഷയമാക്കാതെ മാറ്റിവെച്ചിരിക്കുന്ന പ്രാധാന്യമുള്ള കാര്യങ്ങളെ ആ
ഉപദേശം അവർക്ക് ഗുണപ്പെടുമെങ്കിൽ ആർക്കാണത് ഗുണപ്പെടുന്നത്? അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നത് അത് ഗുണപ്പെടുന്നത് സയദ്ദക്കറു മൻ യഖ്ശാ, ആരാണോ അല്ലാഹുവിനെ പേടിക്കുന്നത്, ആരുടെ മനസ്സിന്റെ ഉള്ളിലാണോ ഈമാനിന്റെ ഒരല്പമെങ്കിലും ഉള്ളത്, അവർക്കാണ് ഈ സദുപദേശങ്ങൾ ഗുണപ്പെടുക എന്ന് അല്ലാഹു തആല സൂചിപ്പിക്കുന്നു. പടച്ച റബ്ബ് ആ വിഭാഗത്തിൽ നമ്മയൊക്കെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഫദക്കിർ ഇന്നമാ അൻത മുദക്കിർ, നബിയെ നിങ്ങൾ അവരെ ഓർമ്മിപ്പിക്കണം, നിങ്ങൾ അവരെ ഉപദേശിക്കണം, ദുർമാർഗത്തിൽ നിങ്ങൾ അവരെ നേർവഴിയിലേക്ക് കൊണ്ടുവരണം. ഇന്നമാ അൻത മുദക്കിർ, താങ്കൾ നിശ്ചയമായും സദുപദേശകനാകുന്നു, കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുന്ന ആളാകുന്നു. എന്നിട്ട് അല്ലാഹു പറയുന്നത് ലസ്ത അലൈഹിം ബിമുസൈതിർ, ഒരിക്കലും താങ്കൾ അവരുടെ മേലിൽ അധികാരം നൽകപ്പെട്ടയാളല്ല. അങ്ങ് അവരോട് പറയുന്നവരാണ്. അവയുടെ ഹൃദയത്തെ പിടിച്ചു പറിക്കുവാനോ ആ ഹൃദയത്തെ നിർബന്ധം ചെലുത്തി പറയുന്ന കാര്യങ്ങൾ സന്നിവേശിപ്പിക്കാനോ അങ്ങേക്ക് കഴിയില്ല. ലസ്ത അലൈഹിം ബിമുസൈതിർ ഇല്ലാ മൻ തവല്ലാ വകഫർ, എന്നാൽ ഈ ഉപദേശങ്ങളെല്ലാം കേട്ടിട്ടും നേരായ വഴിയിൽ നിന്ന് പിന്തിരിഞ്ഞു പോയവരും അല്ലാഹുവിനെ നിഷേധിക്കുകയും ചെയ്ത ആളുകളുണ്ടല്ലോ, ഏറ്റവും ഭീകരമായ ശിക്ഷ കൊണ്ട് അല്ലാഹു തആല അവരെ ശിക്ഷിക്കുക തന്നെ ചെയ്യും. റഹ്മാനായ നാഥൻ ആദരവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുന്ന ഉപദേശമാണിത്. ഉപദേശിക്കാൻ, അവരെ ഓർമ്മിപ്പിക്കാൻ. ആധുനിക കാലഘട്ടത്തിൽ ഈ ഉപദേശങ്ങളും ഓർമ്മപ്പെടുത്തലുകളും സജീവമാകേണ്ട കാലമാണ്. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ വല്ലാത്ത ഒരു ദുരവസ്ഥയിലേക്ക് നമ്മുടെ യുഗവും ഈ കാലഘട്ടത്തിലെ തലമുറയും പൊതുസമൂഹവും എത്തിച്ചേർന്നിരിക്കുന്ന ഒരവസ്ഥയിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുന്നറിയിപ്പ് നൽകുന്ന ഒരു കാര്യം നോക്കൂ. 20 ആളുകൾ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടിയാൽ, അതല്ലെങ്കിൽ 20-ലേറെ ആളുകൾ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടിയാൽ, ഫലം യകും ഫീഹിം മൻ യഹാബു ഫില്ലാഹ്, അല്ലാഹുവിനെ ഭയപ്പെടുന്ന ഒരാൾ പോലും ആ 20 ആളുകളോ അതല്ലെങ്കിൽ കൂടുതലോ ഉള്ള ആളുകൾക്കിടയിൽ എത്തിക്കാൻ കഴിയാത്ത ഒരു കാലം ഖിയാമത്ത് നാളിനോടടുത്ത കാലമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ ഇടയിൽ അത് കുറവാണ്. എന്നാലും കാണാൻ കഴിയും, ഒരു കല്യാണ നിശ്ചയത്തിന് വേണ്ടിയിട്ട് 2 മുസ്ലിം കുടുംബങ്ങൾ ഒരുമിച്ച് കൂടിയാൽ അവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ടാകും, സുഭിക്ഷമായ ഭക്ഷണമുണ്ടാകും, എല്ലാ ഒരുക്കങ്ങളും പന്തലുണ്ടാകും, കസേരകൾ നിരത്തിയിട്ടുണ്ടാകും. 2 കുടുംബങ്ങളും പരസ്പരം പരിചയപ്പെട്ടവർ പിരിയുന്നതിന്റെ മുമ്പ് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന വിവാഹ കർമ്മത്തിൽ അല്ലാഹു ബറക്കത്ത് നൽകാൻ വേണ്ടി ഒന്ന് ദുആ ചെയ്യാൻ കഴിയുന്ന ആളുകൾ ഇല്ലാതെയാകുന്ന കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ഇന്ന് ജീവിക്കുന്നത്. കുടുംബങ്ങളിൽ ജ്യേഷ്ഠനും അനുജനും ബാക്കിയുള്ള കുടുംബാംഗങ്ങളും എല്ലാവരും അവരുടെ ഇടയിൽ നിന്നും മരണപ്പെട്ടുപോയ ഒന്നുകിൽ പിതാവിന്റെയോ വല്യപ്പയുടെയോ ഖബറിന്റെ അടുക്കലേക്ക് പോകാനുള്ള മോഹത്തോടെ നിൽക്കുമ്പോഴും അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് 2 കൈകളും ഉയർത്തി ഒന്ന് ദുആ ചെയ്യാൻ കഴിയുന്ന ആളുകൾ നമുക്കിടയിൽ നിന്ന് അപ്രത്യക്ഷമാകുന്ന ഈ കാലം, ഇതല്ലാതെ എന്താണ് പ്രിയപ്പെട്ടവരെ നമുക്കിതിനെ കുറിച്ച് പറയുവാൻ കഴിയുക? എന്നാലും അൽഹംദുലില്ലാഹ് നമ്മളൊക്കെ ആ വിഷയത്തിൽ ഏറെക്കുറെ വിജയികളാണ്.
എന്തേ കാര്യം? നമുക്ക് നമ്മുടെ നാടുകളിൽ ഉസ്താദുമാരുള്ളത് കൊണ്ട്, ആലിമീങ്ങൾ ഉള്ളത് കൊണ്ട്, ധാരാളം അറിവുള്ള ആളുകൾ ഉള്ളത് കൊണ്ട് ഇങ്ങനെ ഒരു കുറവ് 95% നമുക്ക് അനുഭവിക്കേണ്ടി വരാറില്ല. എന്നാൽ പരിസരങ്ങൾ, നമ്മുടെ ചുറ്റുപാടുകൾ, കേരളത്തിന്റെ ഈ ഭാഗങ്ങളിലേക്കും ഉത്തരേന്ത്യയുടെ മറ്റുള്ള ഭാഗങ്ങളിലേക്കുമൊക്കെ സഞ്ചരിക്കുമ്പോ ഈ ഒരവസ്ഥ അവരെ വല്ലാതെ ഗ്രസിച്ചതായി നിങ്ങൾക്കറിയാൻ കഴിയും. ദാറുൽ ഹുദയിൽ ഞാൻ പഠിക്കുമ്പോൾ മുസ്ലിം ഉമ്മത്തിനെ മനസ്സിലാക്കുവാനും ഈ സമുദായത്തിന്റെ അവസ്ഥകളെ തിരിച്ചറിയുവാനും വേണ്ടിയിട്ട് ദാറുൽ ഹുദയിൽ നിന്ന് തന്നെ പൈസ നൽകി ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ യാത്ര ചെയ്യാൻ ഞങ്ങളെ പ്രേരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. 2-3 കുട്ടികൾ കൂടിയ ഓരോ സംഘങ്ങളായി അവർ ഉത്തർപ്രദേശിലും ബീഹാറിലും ഒഡീഷയിലും കൽക്കത്തയിലുമൊക്കെ ഇങ്ങനെ സഞ്ചരിക്കും. അത് നിർബന്ധമാണ് ദാറുൽ ഹുദയുടെ ദഅവത്തിന്റെ ഭാഗമായി. ആന്ധ്രാപ്രദേശിൽ പോയി, അപ്രകാരം ബീഹാറിൽ പോയി നമ്മുടെ ദാറുൽ ഹുദയിൽ പഠിച്ചിരുന്ന വിദ്യാർത്ഥികൾ അവിടെയുള്ള ഇടങ്ങളിൽ ഗവേഷണം നടത്തുമ്പോൾ നിങ്ങൾക്കറിയുമോ, പല ഇടങ്ങളിലും പള്ളികൾ പൂട്ടിക്കിടക്കുകയാണ്. ആന്ധ്രാപ്രദേശിലെ ഒരു പള്ളിയിൽ പൂട്ടിക്കിടക്കുന്നത് കണ്ടപ്പോൾ അവരോട് സംസാരിച്ചു, എന്താണ് പള്ളി പൂട്ടിക്കിടക്കുന്നത്? അവിടെ ഒരു ഇമാം സാഹിബുണ്ട്, അയാൾ നാട്ടിൽ പോയതാണ് എന്നയാൾ മറുപടി പറഞ്ഞു. ആളുകൾ മറുപടി പറഞ്ഞു, അപ്പൊ ഇനി പള്ളി തുറക്കില്ലേ? ഇല്ല, ഇനി ഒരാഴ്ച കഴിഞ്ഞാൽ ഇമാം സാഹിബ് വരും, ഇമാം വന്നാലേ പള്ളി തുറക്കാറുള്ളൂ. നിസ്കരിക്കാതെ പൂട്ടിക്കിടക്കുന്ന പള്ളികൾ, നിസ്കരിക്കാൻ അറിയാത്ത എത്രയോ ആളുകൾ. ഞാൻ പറയേണ്ടതില്ലല്ലോ, കേരളം ഇന്ന് ഇതര സംസ്ഥാന തൊഴിലാളികളുടെ കേന്ദ്രമായി മാറുകയാണ്. നമ്മൾ അതിനെ എതിർക്കേണ്ടവരല്ല, നമ്മൾ അവരെ നിരുത്സാഹപ്പെടുത്തേണ്ടവരല്ല. അങ്ങനെ പലരും അജണ്ടകളുമായി ഇറങ്ങിയിട്ടുണ്ട്. അവരെ ഭീകരവാദികളാക്കുവാനും അവരോട് ക്രൂരമായി പെരുമാറുവാനും കാരുണ്യരഹിതമായി അവരെ സമീപിക്കുവാനും എങ്ങനെയാണ് മലയാളിയായ ഗൾഫ് പണത്തിന്റെ സ്വാധീനം കൊണ്ട് നേട്ടങ്ങൾ കൈവരിച്ച ഒരാൾക്ക് സാധ്യമാവുക? ഞാൻ പറയുന്നതല്ല, നിങ്ങൾ കണ്ടിട്ടില്ലേ ഇന്ന് കേരളത്തിൽ വലിയ വലിയ ബിൽഡിങ്ങുകൾ ഉണ്ടാക്കുന്നതവരാണ്. കണ്ടോ നിങ്ങൾ? വേണമെങ്കിൽ നിങ്ങളുടെ തൊട്ടടുക്കൽ കാണുന്ന ഇവിടെ ഈ ബിൽഡിംഗ് ഉണ്ടല്ലോ, അതിന്റെ പണിസ്ഥലത്തേക്ക് നിങ്ങൾ നാളെ ഒന്ന് വന്നു നോക്കൂ. അതിലെത്ര മലയാളികളുണ്ട്, അതിലെത്ര മലയാളികളല്ലാത്തവരുണ്ട്. നിങ്ങൾ അവരോടൊന്ന് പേര് ചോദിക്കൂ. കേട്ടാൽ തർളിയത്ത് ചെല്ലാൻ തോന്നുന്ന രീതിയിലുള്ള പേരുകളാണ്. എന്തുകൊണ്ടാണ് അവർ ഈ പണിക്ക് വന്നത്? അവർക്ക് ഭൗതികമായും ആത്മീയമായും അറിവില്ല. നിങ്ങളുടെ പള്ളിയിൽ ബാങ്ക് കൊടുക്കുമ്പോ അവർക്ക് നിസ്കരിക്കാൻ വരാനുള്ള അറിവില്ല. എങ്ങനെയാണ് നിസ്കരിക്കുക എന്നവർക്കറിയില്ല. അതാണ് ഞാൻ പറഞ്ഞത്, അതിൽ കൂടുതൽ ആളുകളോ ഒരുമിച്ച് കൂടിയാൽ അള്ളാഹുവിനെ പേടിക്കുന്ന ഒരാൾ അവിടെ ഇല്ലാത്ത കാലം, മുഅ്മിനെ നമ്മുടെ കുടുംബങ്ങൾ അങ്ങനെയാവാൻ പാടില്ല. അങ്ങനെയാവോന്ന് പേടിക്കേണ്ട കാലാണ്. ഞാൻ ചോദിക്കട്ടെ, ഉമ്മയും ബാപ്പയും ഒരുമിച്ച് സിനിമ കാണുകയും മക്കൾ ആ സിനിമ കാണാൻ മോഹിച്ച് അവരുടെ പാഠപുസ്തകങ്ങൾ പൂട്ടിവെച്ച് സിനിമ കാണുന്നിടത്തേക്ക് വരാൻ വേണ്ടി സമ്മതം ചോദിച്ച് ഒരുമിച്ചിരുന്ന ദൃശ്യമാധ്യമങ്ങൾക്ക് മുമ്പിൽ മണിക്കൂറുകൾ ചെലവഴിച്ച് അവർ ടിവിയിലൂടെ വരുന്ന കോമഡി പരിപാടികൾ കണ്ട് ഇങ്ങനെ ജീവിതത്തിന്റെ ഈ രസം ഇങ്ങനെ കഴിഞ്ഞു പോയാൽ എങ്ങനെയാണ് ഒരു 5 വർഷം കഴിഞ്ഞാൽ ആ കൊച്ചു വീട്ടിൽ അള്ളാഹുവിനെ പേടിയുള്ള ഒരാളുണ്ടാകുന്നത്? ഇന്ന അഅലാമസ്സാഅ, നിശ്ചയമായും ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങളിൽ പെട്ടതാണ് അയ്യകൂനൽ മുഅ്മിനു ഫിൽ ഖബീല. അതല്ല, ഒരു സമൂഹത്തിൽ, ഒരു കുടുംബത്തിൽ പൂർണ്ണ മുഅ്മിനായി ജീവിക്കുന്ന ഒരാൾ നിന്ദ്യനായി പരിഗണിക്കപ്പെടുന്ന കാലം ലോകാവസാനത്തിന്റെ അടയാളങ്ങളിൽ ഒന്നാണെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. യുസ്തഖഫുൽ മുഅ്മിൻ, അന്ന് മുഅ്മിൻ നിസ്സാരനായി പരിഗണിക്കപ്പെടും. എത്രത്തോളം? റസൂലുള്ള പറയുന്നു, അയ്യതദാഫഅ അഹ്ലു മസ്ജിദിൻ, അഹ്ലുൽ മസ്ജിദി ലാ യജിദൂന ഇമാമൻ യുസല്ലി ബിഹിം.
ഒരു നാട്ടുകാർ അവർക്ക് ഇമാമായി നിസ്കരിക്കാൻ ഒരാളെ അന്വേഷിച്ചാൽ കാണാത്ത ഒരു സന്ദർഭം നമ്മളും പലപ്പോഴും അനുഭവിക്കാറുണ്ട്. പള്ളികളിൽ പെരുന്നാളുകളുടെ ദിവസം, അപ്രകാരം ലീവിന്റെ ദിവസം പള്ളിയിലുള്ള ജോലിക്കാരെല്ലാവരും ഒരുമിച്ച് ലീവ് എടുക്കുമ്പോൾ നാട്ടിൽ ഇമാമ് നിൽക്കാൻ കഴിയാത്ത എത്രയോ സ്ഥലങ്ങൾ, ആളില്ലാത്ത എത്രയോ സ്ഥലങ്ങൾ, മൂമിനെ നമ്മൾ അറിയാതെ ഈ തിന്മകളുടെ വിത്തുകൾ, ഈ അരക്ഷിതാവസ്ഥയുടെ അടയാളങ്ങൾ, ഈ ദുർമാർഗത്തിന്റെ വഴികൾ നമ്മുടെ നാടുകളിലും തുറക്കപ്പെട്ടിരിക്കുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അങ്ങനെ മുഅ്മിൻ വേദനിച്ചു കൊണ്ടിരിക്കും, ഈമാനുള്ളവൻ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കും. ഒരു മനുഷ്യന്റെ ഖബറിന്റെ അടുക്കലൂടെ മറ്റൊരു മുഅ്മിനായ മനുഷ്യൻ നടന്നു പോകുമ്പോൾ ഈ കുഴപ്പങ്ങൾ കണ്ട്, ഈ പ്രയാസങ്ങൾ കണ്ട് ഈ നടന്നു പോകുന്നവൻ പറയുന്നത്, യാ ലൈതനീ മകാന, അല്ലാഹുവേ അവന്റെ സ്ഥാനത്ത് ഞാനായിരുന്നുവെങ്കിലെന്ന് ജീവിച്ചിരിക്കുന്ന ആളുകൾ പറയുന്ന കാലം ഖിയാമത്ത് നാളിനോടടുത്ത കാലമാണെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സൂചിപ്പിക്കുകയാണ്. നമ്മൾ ചെയ്യേണ്ട കടമ എന്താണ്? ഈ അടയാളങ്ങളോ ഈ പറയപ്പെട്ട ലക്ഷണങ്ങളോ സത്യവിശ്വാസികളായ നമ്മിലൂടെ പുലരാൻ നമ്മൾ അനുവദിക്കരുത്. എന്ന് പറഞ്ഞാൽ ഒരു സമ്പൂർണ്ണ മുഅ്മിനായി പൂർണ്ണമായും തഖ്വയോടെ ആഖിറവുമായി ബന്ധപ്പെട്ട വിചാരത്തോടെ ജീവിക്കുവാനുള്ള പ്രതിജ്ഞ നമ്മൾ എടുക്കുകയും അതിനനുസൃതമായി നമ്മളൊക്കെ ജീവിക്കുകയും വേണം. വല്ലാഹു യദ്ഉ ഇലാ ദാരിസ്സലാം. നമ്മൾ അറിയേണ്ടത്, മുഅ്മിനെ, നമ്മെ അല്ലാഹു തആല ഒരിടത്തേക്ക് വിളിക്കുന്നുണ്ട്. ആ വിളിക്കുന്ന സ്ഥലം സമാധാനത്തിന്റെ വീടാണ്. ചിന്തിക്കേണ്ട ആളുകളാണ് നമ്മളൊക്കെ. നമ്മളെ വിളിക്കുന്നത് സമാധാനമാണല്ലോ നമ്മൾ ആഗ്രഹിക്കുന്നത്, സന്തോഷവും സംതൃപ്തിയുമാണല്ലോ നമ്മൾ ആഗ്രഹിക്കുന്നത്. വല്ലാഹു യദ്ഉ ഇലാ ദാരിസ്സലാം വയഹ്ദി മൻ യശാഉ ഇലാ സിറാത്തിൻ മുസ്തഖീം. അല്ലാഹു നമ്മെ വിളിക്കുന്നു സമാധാനത്തിന്റെ വീട്ടിലേക്ക്, ശാന്തിയുടെ വീട്ടിലേക്ക്. നമ്മളൊക്കെ ഐഹിക ലോകമാണ് ശാന്തിയുടെ ഇടമായിട്ട് കണ്ടിരിക്കുന്നത്. നമ്മുടെ മനസ്സുകൾ അങ്ങനെ അഭിരമിച്ചിരിക്കുകയാണ്. മുഅ്മിനീങ്ങളെ, ഗൗരവത്തോടെ നമ്മൾ പുനർവിചിന്തനത്തിന് വിധേയമാക്കണം നമ്മുടെ വിചാരങ്ങളെ. അങ്ങനെയായാൽ എന്ത് നേട്ടമായിരിക്കും നമുക്കതുകൊണ്ട് കിട്ടുക? ഐഹിക ലോകത്തിന്റെ അവസ്ഥകളെ കുറിച്ച് അല്ലാഹു തആല വർണ്ണിക്കുന്ന ഒരു വചനമുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നമൽ ഹയാത്തുദ് ദുനിയാ ലഇബുൻ വലഹു വസീനത്ത് വതഫാഖുറുൻ ബൈനകും വതകാസുറുൻ ഫിൽ അംവാലി വൽ ഔലാദ്. ആലോചിക്കണം നമ്മൾ. ഇന്നമൽ ഹയാത്തുദ് ദുനിയാ, ഐഹിക ലോകത്തെ ജീവിതം എന്ന് പറയുന്നത് ഈ പറയുന്ന സംഗതികൾ മാത്രമാകുന്നു എന്നാണ് അല്ലാഹു പറയുന്നത്. ഈമാനുള്ളവർ ആലോചിച്ചാൽ മനസ്സിലാകും അല്ലാഹ് പറയുന്നത് എത്ര വലിയ വാസ്തവമാണ്. കാരണം ജീവിതത്തിൽ ആഖിറം എന്നൊരു വിചാരമില്ലാത്ത ആള്, പടച്ചോനെ മരിക്കണമല്ലോ, അതിനുശേഷം എനിക്കൊരു ജീവിതമുണ്ടല്ലോ, അവിടെ എന്റെ നന്മ തിന്മകൾ വിചാരണക്ക് വിധേയമാക്കപ്പെടുമല്ലോ, ഒന്നുകിൽ സ്വർഗം അല്ലെങ്കിൽ നരകം എനിക്ക് കിട്ടുമല്ലോ, ഈ കാര്യത്തെ കുറിച്ചൊന്നും യാതൊരു ചിന്തയോ വിചാരോ ഇല്ലാത്ത ആളുകളുടെ ജീവിതം എങ്ങനെയായിരിക്കും എന്നാണ് അല്ലാഹു പറയുന്നത്. അതെങ്ങനെയാണ്? ഇന്നമൽ ഹയാത്തുദ് ദുനിയാ ലഇബ്. ഒന്നാമതായിട്ട് അല്ലാഹു പറയുന്നു, ഐഹിക ലോകത്തെ ജീവിതം എന്ന് പറയുന്നത് കളി മാത്രമാകുന്നു. ചിന്തിക്കുക.
ദുനിയാവ് എന്ന് പറഞ്ഞാൽ ആ വാക്കിന്റെ അർത്ഥം അടുത്തത് എന്നോ അതല്ലെങ്കിൽ താഴ്ന്നത് എന്നോ ആണ്. ഒരു മനുഷ്യന്റെ മനസ്സിൽ ഏറ്റവും അടുത്ത ചിന്തയുള്ളത് ഈ ഐഹിക ലോകത്തെ കുറിച്ചായതുകൊണ്ടാണ് അതിന് ദുനിയ എന്ന് പേരിട്ടിരിക്കുന്നത്. അദ്ദുനിയ. അതല്ല എങ്കിൽ അത് ഏറ്റവും നിസ്സാരമായതാണ്, ശാശ്വതമല്ലാത്തതാണ്, ഒരു വിലയുമില്ലാത്തതാണ്. അതുകൊണ്ടാണ് അല്ലാഹു തആല അതിനെ ദുനിയ എന്ന് പേര് വിളിച്ചിരിക്കുന്നത്. ഒന്നുകിൽ അത് താഴ്ന്നത് കൊണ്ടോ അതല്ലെങ്കിൽ മനുഷ്യനുമായി ഏറെ അടുത്തത് കൊണ്ടോ. അവിടെയുള്ള ജീവിതം എന്ന് പറയുന്നത് അത് കളി മാത്രമാണ്. ചിന്തിക്കുക. ആധുനിക കാലം സ്പോർട്സിന് പിന്നാലെ പോകുന്നു. ചെറുപ്പക്കാർ കളിയുടെ പിന്നാലെ ഒഴുകിപ്പോകുന്നു. ഒരുപക്ഷെ വിനോദത്തിന് വേണ്ടിയോ അതല്ലെങ്കിൽ ഒരല്പസമയത്തെ മാനസികമായ ഉല്ലാസത്തിന് വേണ്ടിയോ നിഷിദ്ധമല്ലാത്ത കളികൾ അള്ളാഹുവിന്റെ പരിശുദ്ധ ദീൻ അനുവദനീയമാക്കിയിട്ടുണ്ട്. അങ്ങനെയുള്ള എത്രയോ കളികൾ നമുക്ക് കാണുവാൻ കഴിയും. ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പല കളികളിലും ഏർപ്പെട്ടിരുന്നതായി ഹദീസുകൾ നമുക്ക് കാണുവാൻ കഴിയും. അവിടുത്തെ പ്രിയപ്പെട്ട പത്നിയായ ആയിഷ റളിയല്ലാഹു അൻഹയോടുകൂടെ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓട്ട മത്സരം നടത്തിയെന്ന് പറയുമ്പോൾ അവിടുത്തേക്ക് സാധ്യമായ കളികൾ അവിടുന്ന് കളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ ഇടയിൽ ഉള്ള ചില ആളുകളെ പോലെ സമ്പൂർണമായും കളി മാത്രമാണ് അവരുടെ അജണ്ട. ഒന്നുകിൽ ഫുട്ബോൾ, അതല്ലെങ്കിൽ ക്രിക്കറ്റ്, അതല്ലെങ്കിൽ അതുപോലെയുള്ള സ്പോർട്സ് കളികൾ, അതുപോലെയുള്ള വിനോദങ്ങൾ നൽകുന്ന കളികൾ. ഇതിൽ മാത്രമായി ജീവിതം ലയിപ്പിക്കുക എന്നത് ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഭൂഷണമായ സംഗതിയല്ല. ചിന്തിക്കണം നമ്മളെ. പ്രത്യേകിച്ച് നിങ്ങൾ നോക്കൂ, ഞാൻ മുഅ്മിനീങ്ങളോടാണ് പറയുന്നത്, ഞാൻ ഈമാനുള്ളവരോടാണ് പറയുന്നത്. ഒരാളുടെ ഔറത്തായി അല്ലാഹു തആല നിശ്ചയിച്ചിരിക്കുന്നത് മുട്ടുപൊക്കളിന്റെ ഇടയിലുള്ള സ്ഥലത്തെയാണ്. മുട്ടിന്റെ താഴ്ഭാഗത്തേക്ക് മുകൾ ഭാഗത്തേക്കുള്ള സ്ഥലം ഔറത്താണ്. ആ ഔറത്ത് വെളിവാക്കിയിട്ടാണ് കളിക്കുന്നതെങ്കിൽ അത് കാണൽ തന്നെ എങ്ങനെയാണ് ഒരു വിശ്വാസിയായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ മനുഷ്യന് അനുയോജ്യമാവുക? എങ്ങനെയാണ്? വെറും കളിയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഔറത്ത് വെളിവാക്കിക്കൊണ്ടുള്ള കളികൾ, അത് കളിക്കുക എന്നതല്ല ഞാൻ പറയുന്നത്. അത് കാണൽ തന്നെ എങ്ങനെയാണ് നമുക്ക് അനുവദനീയമാവുക? ഒന്ന്. രണ്ട്, നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ഒരു കളിക്ക് കാണാൻ ആഗ്രഹിക്കുന്ന ഒരാൾ എത്ര മണിക്കൂറുകളാണ് ആ കളിക്ക് വേണ്ടി ചെലവഴിക്കുന്നത്, കാണാൻ വേണ്ടി ചെലവഴിക്കുന്നത്? ഫുട്ബോൾ കാണാൻ 1-2 മണിക്കൂർ, ക്രിക്കറ്റ് ആണെങ്കിൽ ഒരു ദിവസം മുഴുവൻ. അതിനുവേണ്ടി എത്രയോ ചാനലുകൾ, സ്പോർട്സ് ചാനലുകൾ, ലൈവ് സംപ്രേഷണങ്ങൾ. രാത്രി 2 മണിക്കാണ് ഏതെങ്കിലും രാജ്യത്ത് കളി നടക്കുന്നത് എങ്കിൽ ആ സമയത്ത് അലാം വെച്ച് എഴുന്നേറ്റത് കാണുന്നവനാണ് നമ്മുടെ ചെറുപ്പക്കാരനെങ്കിൽ അങ്ങനെയുള്ള ഒരു ജ്വരം അത് ഒഴിവാക്കിയേ മതിയാകൂ. എന്താണ് ഇതിന്റെ സ്ഥാനത്ത് നമ്മൾ നിർത്തേണ്ടത്? പടച്ചോനെ, ഞാൻ എന്തിനിത് കാണുന്നു, ഞാൻ എന്തിനിത് ആസ്വദിക്കുന്നു? ഇതുകൊണ്ട് എനിക്ക് ദുനിയാവിലും ആഖിറത്തിലും എന്ത് നേട്ടമാണ്? ഒരു നേട്ടവുമില്ല എന്ന് മാത്രമല്ല, മഹാനായ മലക്കുൽ അർവാഹ് അസ്രായീൽ അലൈഹിസ്സലാം അവന്റെ അടുക്കലേക്ക് റൂഹ് പിടിക്കാൻ വരുമ്പോ അല്ലാഹുവിനോട് അവൻ പറയുന്ന ഒരു കാര്യം ഖുർആൻ പറയുന്നുണ്ടല്ലോ, അല്ലാഹുവേ, ഒന്നുകൂടെ എന്നെ ദുനിയാവിലേക്ക് നീ മടക്കി തരുമോ? ഞാൻ മണിക്കൂറുകൾ ഫുട്ബോൾ കാണുന്നയാളായിരുന്നു. ലോകത്തുള്ള എല്ലാ കളിക്കാരുടെയും പേരെനിക്ക് ഓർമ്മയുണ്ടായിരുന്നു. എല്ലാ താരങ്ങളും എന്റെ അടുത്ത ആളുകളായിരുന്നു. മെസ്സി ആണെങ്കിലും അതുപോലെ പേരറിയാത്ത ഒരുപാട് ഫുട്ബോൾ താരങ്ങളാണെങ്കിലും അവരൊക്കെ എന്റെ ജീവിതത്തിന്റെ മാർഗങ്ങളായിരുന്നു, എന്റെ ജീവിതത്തിന്റെ ത്രിൽ അവരായിരുന്നു. റബ്ബേ, ഞാൻ നിന്നെ കുറിച്ച് ഓർക്കാൻ മറന്നുപോയി. ലഅല്ലി അഅമലു സാലിഹൻ ഫീമാ തറക്. ഞാൻ ഒഴിവാക്കിയ നല്ല കാര്യങ്ങൾ ഞാൻ ചെയ്യാമല്ലാ.
രാത്രി 3 മണിക്ക് എഴുന്നേറ്റ് ഫുട്ബോൾ കാണാൻ തയ്യാറായിരുന്ന ഞാൻ രാത്രി അവസാനിക്കുന്നതിന്റെ മുമ്പ് 6 മണിക്ക് മുമ്പ് അല്ലെങ്കിൽ 6:30 മണിക്ക് മുമ്പ് നിസ്കരിക്കേണ്ട സുബഹ് ഞാൻ നിസ്കരിച്ചിരുന്നില്ല. ഞാൻ കളിക്കാൻ പോകാറുണ്ടായിരുന്നു. മണിക്കൂറുകളോളം ഞാൻ ഗ്രൗണ്ടിൽ കളിക്കാറുണ്ടായിരുന്നു. എന്നാൽ ആ സമയത്ത് ഏതാനും ഗ്രാം മാത്രം തൂക്കമുള്ള എന്റെ ശരീരത്തിന്റെ മുകളിൽ പുതച്ചിരിക്കുന്ന പുതപ്പ് മാറ്റിയിട്ട് ഒന്ന് വുളൂ ചെയ്യാൻ എനിക്ക് കഴിഞ്ഞില്ല. മുഅ്മിനേ, പറയേണ്ടി വരുമെന്ന് മാത്രമല്ല, ദാരുണമായ ഭീകരമായ അവസ്ഥകൾ നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരും. വളാഞ്ചേരിക്കടുത്ത് ഒരു ഫുട്ബോൾ ഉണ്ടായി. രാത്രി അതിങ്ങനെ മാരത്തോൺ ഫുട്ബോളാണ്. ഞാൻ അവരെ ആക്ഷേപിക്കൽ, അത് ഇഷ്ടപ്പെടുന്നവരുണ്ടാകും, നമുക്ക് അവരോട് യാതൊരു വിരോധമില്ല. അതുണ്ടാക്കട്ടെ, അത് കളിച്ചോട്ടെ, അത് കണ്ടോട്ടെ. പക്ഷേ ഞാൻ ഈ പറയുന്നത് മുഅ്മിനീങ്ങളോടാണ്. നിങ്ങൾ ഈമാനിന്റെ വക്താക്കളാണ് എങ്കിൽ, നിങ്ങൾക്ക് അല്ലാഹുവിലേക്കുള്ള തഖ്വയോടെ ജീവിച്ച് മരിക്കണമെങ്കിൽ അത് ജീവിതത്തിന്റെ അജണ്ടയാക്കി വെച്ചാൽ നിങ്ങൾക്കത് കഴിയില്ല. ഇതല്ലാതെ പിന്നെ എന്താണ് മുഅ്മിനീങ്ങളോട് നമ്മൾ പറയുക? മാരത്തോൺ ഫുട്ബോളാണ്. ആദ്യം ഒരു ടീം, അത് വൈകുന്നേരം തുടങ്ങി. അങ്ങനെ തുടങ്ങി അത് അവസാനിച്ചത് ഏകദേശം ഒരു 4 മണിയോടെയാണ്. 4 മണിയോടെ. നിങ്ങൾ വിചാരിക്കും 4 മണിക്ക് ഫുട്ബോൾ ഉണ്ടാവാറുണ്ടോ? വിനീതനായ ഞാന് ഇതുപോലെ രാത്രികളിൽ വാഴ കഴിഞ്ഞ് ഇങ്ങനെ യാത്ര ചെയ്യുമ്പോ പലപ്പോഴും ഞാൻ അത്ഭുതപ്പെടാറുണ്ട്. അല്ലാ, ഇതുപോലെയുള്ള കളികൾ നടക്കുന്ന ഇടങ്ങളിലെ ആർത്ത് വിളിക്കാൻ എത്ര ആളുകളാണുള്ളത്? അവർ ഒരാളെയും വകവെക്കുന്നില്ല. അങ്ങനെ ജീവിച്ചു പോവാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. അതിലുണ്ടായിരുന്ന 4 ചെറുപ്പക്കാർ ഈ പരിശുദ്ധ റമളാനിന്റെ തൊട്ടുടനെയാണ്. അതിലുണ്ടായിരുന്ന 4 ചെറുപ്പക്കാര് ആ ഫുട്ബോൾ കഴിഞ്ഞ് അവരിങ്ങനെ ഒരു പള്ളിയുടെ മുൻപിലുള്ള റോഡിൽ ഇങ്ങനെ വർത്തമാനം പറഞ്ഞു നിൽക്കുമ്പോ അതുവഴി വന്ന ഒരു ലോറി, ആ ലോറിയാണെങ്കിൽ വഴിതെറ്റി വന്നതാണ്. വളാഞ്ചേരിയിൽ നിന്ന് തൃശ്ശൂര് പോവേണ്ട ലോറി വളാഞ്ചേരിയിൽ നിന്ന് വഴിതെറ്റിയിട്ട് പട്ടാമ്പി വഴി വന്നു എന്നും പറഞ്ഞാൽ പോരാ, ഡ്രൈവർ ഉറങ്ങിപ്പോയി. ഈ 4 ആളുകളും ഓടുമ്പോ അതിൽപ്പെട്ട 3 ആളുകളുടെ മുകളിലൂടെ ആ ലോറി ഇടിച്ചു കയറി. അവർ വളരെ ദാരുണമായി മരണപ്പെട്ടു പോയി. അല്ലാഹു ആ ചെറുപ്പക്കാർക്ക് പുറത്തു കൊടുക്കുമാറാകട്ടെ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇതാ കഥ. അങ്ങനെ വരികയാണ്. സുബഹി പോലും നിസ്കരിക്കാൻ പറ്റിയില്ല. ഇങ്ങനെയാണ് നമ്മുടെയൊക്കെ അവസ്ഥ എങ്കിൽ അല്ലാഹ് പറയാണ്, കല്ല, അങ്ങനെ നീ ചോദിക്കേണ്ട, അതുകൊണ്ട് യാതൊരു കാര്യവുമില്ല. ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ, അത് വെറും വർത്തമാനം മാത്രമാണ്. അത് വെറും വഞ്ചനയുടെ വർത്തമാനം മാത്രമാണ്. അല്ലാഹു പറയാണ്. അപ്പൊ ഫുട്ബോൾ കാണുന്നവര്, ജ്വരം എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം നിങ്ങൾക്കറിയോ? രോഗം എന്നതാണ്. നമ്മൾ പറയും ഫുട്ബോൾ ജ്വരമാണ്, ക്രിക്കറ്റ് ജ്വരമാണ് എന്ന് പറയും. ചിന്തിക്കുക, ചില ആളുകളൊക്കെ മക്കളെ വലിയ സ്പോർട്സ്മാൻമാരാക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. മക്കളെ സ്പോർട്സ്മാൻമാരാക്കി ആ സ്പോർട്സിലൂടെ അവരുടെ കുടുംബം പുലർത്തേണ്ട അവസ്ഥ അത് ഉണ്ടായിക്കോട്ടെ. അത് നമ്മുടെ കേരളത്തിൽ ഒരു വകുപ്പുള്ള സംഗതിയാണ്. ഒരു വകുപ്പ് തന്നെ അതിന് നമ്മുടെ മിനിസ്ട്രിയിലുണ്ട്. പക്ഷെ ഒരു മുഅ്മിനോടാണ് ഞാൻ പറയുന്നത്, വേറെ ആരോടുമല്ല. ഞാൻ പറയുന്നത് മുഅ്മിനോടാണ്. മുഅ്മിനെ, നമ്മൾ അതിൽ നിന്ന് അന്നം തടേണ്ടവരല്ല. അപ്പൊ എന്തേ ക്രിക്കറ്റ് കളിച്ചൂടെ? അത് ഒരു വിനോദത്തിന് വേണ്ടി, ഒരാഹ്ലാദത്തിന് വേണ്ടി ഒരല്പസമയം കളിക്കുക, അല്ലെങ്കിൽ അത്തരം വിനോദങ്ങളിൽ ഏർപ്പെടുക എന്നൊരു തെറ്റായ സംഗതിയൊന്നുമല്ല. വൈകുന്നേര സമയങ്ങളിൽ ആരോഗ്യത്തിന് വേണ്ടി ഫുട്ബോൾ കളിക്കാം. അതുപോലെയുള്ള കളികളിലും അതുപോലെയുള്ള മനുഷ്യന്റെ ആരോഗ്യത്തിന് നേട്ടമുണ്ടാക്കുന്നതിലും ഏർപ്പെടാം. പക്ഷേ അതുമാത്രം ഇന്നമൽ ഹയാത്തുദ് ദുനിയാ ലഅബ്. ചില ആളുകൾ അങ്ങനെയാണ്, അവർക്ക് കളി മാത്രമാണ്. മഹാന്മാര് പറയുന്നുണ്ട്, ഇത് അല്ലാഹു തആല കുട്ടികളെ കുറിച്ച് പറഞ്ഞതാണ് എന്നതാണ്. കുട്ടികളെ കുറിച്ച് പറഞ്ഞു.
എന്താ കുട്ടികളുടെ പ്രത്യേകത? കുട്ടിത്വം എന്ന് പറയുന്നത് ഒരു 1.5 വയസ്സ് പ്രായമുള്ള കുട്ടികളുടെ അടുക്കൽ നമ്മൾക്ക് മക്കളുണ്ടെങ്കിൽ നമ്മൾ വീട്ടിലേക്ക് കയറി ചെല്ലുന്ന സമയത്ത് അവര് നമ്മളോട് പറയും, വാപ്പ വരുമ്പോ എനിക്കൊരു തോക്ക് കൊണ്ടുവരണം. എന്താ വലിയ AK-47 തോക്ക് കൊണ്ടുവരാനല്ല അവര് പറയാ. പിന്നെ അവർ പറയുന്നത് എന്തിനാ? അവർക്ക് കളിത്തോക്ക് കൊണ്ടുവരാനാണ്, അതല്ലെങ്കിൽ അവർക്ക് കാറ് കൊണ്ടുവരാനാണ്. ദുന്യാവ് അവരുടെ ജീവിതം എന്ന് പറയുന്നത് അതൊരു കളിയിൽ അങ്ങനെ അഭിരമിച്ചു കൊണ്ടിരുന്നു. കൂടുതൽ ചിന്തിക്കാനുള്ള വകുപ്പില്ല. പിന്നെയോ ഇന്നമൽ ഹയാത്തുദ്ദുന്യാ ലഇബുൻ വലഹു. രണ്ടാമത്തേത് ഐഹിക ലോകത്തെ ജീവിതം എന്ന് പറയുന്നത് ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് വിനോദം മാത്രമാകുന്നു. മുഅ്മിനെ ഇത് ഗൗരവമുള്ളതാണ്. സഹോദരിമാരെ ഇത് ഗൗരവമുള്ളതാണ്. വിനോദത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെയൊക്കെ വീടിന്റെ അകത്തളങ്ങളിൽ നമ്മൾ TV വാങ്ങിച്ചു വെച്ചിരിക്കുന്നത്. അതും ഈ പറഞ്ഞതുപോലെ ഒരു മുഅ്മിൻ ഒരിക്കലും ആധുനികതക്കെതിരല്ല. എന്താണ് ആധുനികത എന്ന് പറഞ്ഞാല്? ആധുനികത എന്ന് പറയുന്നത് ഓരോ കാലവും ആ കാലത്തിനനുസരിച്ചുള്ള പുരോഗതികളും ആ കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന നേട്ടങ്ങളും ഒക്കെ പറയപ്പെടുന്ന ഒരു വാക്കാണ് ആധുനികത. 2010 അന്നുണ്ടായിരുന്ന സാങ്കേതിക വിദ്യകളുടെയും മറ്റുമൊക്കെ നേട്ടങ്ങളിലൂടെ ഉണ്ടായ പുരോഗതികളാണ് ആ കാലത്തിന്റെ ആധുനികത എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ ഈ അനുഭവിക്കുന്നതൊക്കെ ആധുനികതയുടെ നേട്ടങ്ങളാണ്. ഒരു മുഅ്മിൻ ആധുനികതയോടെതിര് അങ്ങനല്ല. പക്ഷേ ആധുനികതയുടെ ഉപയോഗപ്പെടുത്തലുകളിലാണ് നമ്മൾ ഓരോരുത്തരും സൂക്ഷ്മാലുക്കളാവേണ്ടത്. ഈ മൈക്ക് ആധുനികതയുടെ ഒരു ഉൽപ്പന്നല്ലേ? ബഹുമാന്യനായ ഇബ്രാഹിം അൻവരിയൊക്കെ ദീർഘകാലം വഅള് പറയുന്ന ഉസ്താദായിരുന്നു. ഇബ്രാഹിം അൻവരിയോട് നിങ്ങൾ ചോദിച്ചു നോക്കൂ, ബഹുമാനപ്പെട്ടവർ 1990-ലും 95-ലൊക്കെ വഅള് പറയുന്ന കാലത്തുണ്ടായിരുന്ന മൈക്കിന്റെ കോലവും ഇപ്പത്തെ മൈക്കിന്റെ കോലവും ആലോചിച്ച് നോക്കി. അപ്പൊ ആധുനികതക്കെതിരാണ് ഈ മൈക്ക് പറ്റൂല, ഇത് ആധുനികതന്റെ ഉൽപ്പന്നമാണല്ലോ. അങ്ങനെയല്ല. അതല്ലെങ്കിൽ ഈ ലൈറ്റ് പറ്റൂല, ഈ സാങ്കേതിക വിദ്യകൾ പറ്റില്ല എന്ന് മുഅ്മിൻ പറയില്ല. പക്ഷെ അത് ഉപയോഗപ്പെടുത്തേണ്ടിടത്ത് മുഅ്മിൻ പറയും. അതെങ്ങനെ ഉപയോഗപ്പെടുത്തണം? ഈ മൈക്ക് എന്തിനു ഉപയോഗപ്പെടുത്തണം? ഈ ലൈറ്റ് എന്തിനു ഉപയോഗപ്പെടുത്തണം? ആധുനികത എന്തിന് എങ്ങനെ ഉപയോഗപ്പെടുത്തണം? ഇവിടെയാണ് ഒരു മുസ്ലിം ഗൗരവത്തോടെ ആലോചിക്കേണ്ടത്. അത് ഞാൻ പറഞ്ഞത് എന്തിനാ? TV എന്ന് പറയുന്ന മാധ്യമത്തെ നമ്മൾ 100% അത് നിങ്ങൾ ചവറ്റുകൊട്ടയിലേക്ക് ഇട്ടോളൂ എന്ന് പറയേണ്ട ഒരു കാര്യം ഇല്ല എന്ന് ഞാൻ പറയുന്നില്ലെങ്കിലും നമ്മൾ അങ്ങനെ പറയേണ്ടതില്ല പൊതുസമൂഹത്തിൽ. പക്ഷെ അത് സൂക്ഷിക്കാൻ വളരെ പ്രയാസമാണ്. അതിലൂടെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന, നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു ഭവിക്കുന്ന ഹറാമായ കാര്യങ്ങൾ സൂക്ഷിക്കുവാനും ശ്രദ്ധിക്കുവാനും വളരെ ബുദ്ധിമുട്ടാണ്. സാന്ദർഭികമായിട്ട് ഞാൻ പറയാണ്, നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്ന ഈ ലാപ്ടോപ്പ് ആധുനികതയുടെ ഒരു ഉൽപ്പന്നമാണ്. അപ്പൊ നമ്മൾ ഈ പറയുന്ന വാള് ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിലേക്കും നമ്മുടെ ഈ കുട്ടികൾ, മുമ്പിലിരിക്കുന്ന കുട്ടികൾ എത്തിച്ചു കൊടുക്കുകയാണ് അല്ലേ? ഈ വാള് ചില ആളുകൾ ഗൾഫിലിരുന്ന് കേൾക്കുന്നു, നാട്ടിലിരുന്ന് കേൾക്കുന്നു. അൽഹംദുലില്ലാ, അള്ളാഹു ഇതൊക്കെ ചെയ്യുന്ന ഈ കുട്ടികൾക്ക് അള്ളാഹു തആല ബറക്കത്ത് നൽകുമാറാകട്ടെ. നിങ്ങൾ എല്ലാവരും ആമീൻ പറയ്, അള്ളാഹു ഖൈർ നൽകുമാറാകട്ടെ. പക്ഷേ നമ്മൾ ചിന്തിക്കണം, ആ ദൃശ്യമാധ്യമത്തെ എങ്ങനെയാണ് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത്? വിനോദത്തിന്റെ ഭാഗമായിട്ടല്ലേ? 24 മണിക്കൂറിൽ ഒരുപാട് സമയം ഈ പറഞ്ഞ വിനോദത്തിന്റെ ഭാഗം. ഇന്നമൽ ഹയാത്തുദ്ദുന്യാ ലഇബുൻ വലഹു. ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആനുമായി ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിയപ്പോൾ മക്കയിൽ ഉണ്ടായിരുന്ന പലർക്കും എങ്ങനെയെങ്കിലും മുഹമ്മദ് നബിയിൽ നിന്ന് ആളുകളെ അകറ്റണം എന്ന് വല്ലാത്ത മോഹം. അവർ പല കുതന്ത്രങ്ങളും ചെയ്തു നോക്കി. നളർ ഇബ്നുൽ ഹാരിസ് എന്ന ഒരു വൃത്തികെട്ടവനുണ്ടായിരുന്നു. അവന് ജനങ്ങൾ ഖുർആൻ കേൾക്കുന്നത് വലിയ അലർജിയായിരുന്നു. അവൻ ഖുർആൻ കേൾക്കുന്നതല്ല, ആളുകൾ ഖുർആൻ കേൾക്കുന്നത്, ആളുകൾ മുഹമ്മദ് നബിയുടെ പിന്നാലെ കൂടുന്നത് വലിയ അലർജി ഉണ്ടായിരുന്നു നളർ ഇബ്നുൽ ഹാരിസിന്. നളർ ഇബ്നുൽ ഹാരിസ് യമനിലേക്ക് പോയി, ഷാമിലേക്ക് പോയി. ഷാമിൽ അവൻ ചെന്നു.
അവിടെ ചെന്നപ്പോൾ അവൻ കാണുന്നത് അങ്ങാടിയിൽ ജനങ്ങളെ ആകർഷിക്കുന്ന പാട്ടുകാരികളെയാണ്. സുന്ദരിമാരായ പെൺകുട്ടികൾ അല്പവസ്ത്രധാരണികളായി അവരിങ്ങനെ പാട്ടുപാടുകയും ജനങ്ങളെ ആകർഷിക്കുകയും ജനങ്ങളെ അടുപ്പിക്കുകയും ചെയ്യുന്നു. ഇവനൊരു തന്ത്രം തോന്നി, ഇവരെ മക്കയിലേക്ക് കൊണ്ടുപോയാലോ, ഇവരുടെ ഒരു ഗാനമേള സംഘടിപ്പിച്ചാലോ. മുഹമ്മദിൽ നിന്ന്, ഖുർആനിൽ നിന്ന് ആളുകൾ അകന്നു പോകുമല്ലോ. അതിനുവേണ്ടി ഇവൻ പണം കൊടുത്തു. ഈ പെൺകുട്ടികളോട് ഇവൻ സംസാരിച്ചു. അവരുമായിട്ട് ഇവൻ മക്കയിലേക്ക് വന്നു. ഈ പെൺകുട്ടികളുടെ നേതൃത്വത്തില് വലിയ വലിയ ഗാനമേളകൾ ഉണ്ടായി. ഉക്കാദ് ചന്തയിൽ, മക്കയിലെ തെരുവോരങ്ങളിൽ ഈ പെൺകുട്ടികൾ പാട്ടുപാടുമ്പോൾ അത് കേൾക്കാനും ആസ്വദിക്കാനും ആളുകൾ ഇങ്ങനെ ചുറ്റും കൂടാൻ തുടങ്ങി. മുഹമ്മദുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ വന്നിരുന്ന പലരും അങ്ങോട്ട് പോയി. അന്ന് നദർ ഇബ്നുൽ ഹാരിസിനെ കുറിച്ചും ഈ പെൺകുട്ടികളെ കുറിച്ചും ഇവരുടെ ഗാനങ്ങളെ കുറിച്ചും പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് തന്നെയാണ്. പഴയന്നൂരിലെ പള്ളിക്ക് മുമ്പിലിരിക്കുന്ന ഉമ്മമാരോടും എന്റെ ചെറുപ്പക്കാരോടും സഹോദരന്മാരോടും എനിക്ക് പറയുവാനുള്ളത്, വമിനൻ നാസി മൻ യശ്തരി ലഹുവൽ ഹദീസ് ليضل عن سبيل الله بغير علم ويتخذها هزوا. അല്ലാഹു പറഞ്ഞു, വമിനൻ നാസ്, ജനങ്ങൾക്കിടയിലുണ്ട് മൻ, ചില ആളുകൾ, യസ്തരി ലഹുവൽ ഹദീസ്, അവർ വിനോദ സംസാരങ്ങളെ അവർ പണം കൊടുത്തു വാങ്ങുകയാണ്. പണം കൊടുത്തവർ പെണ്ണുങ്ങളെ വാങ്ങുന്നു, പാട്ടുകാരികളെ വാങ്ങുന്നു. പണം കൊടുത്തവർ TV വാങ്ങുന്നു. പണം കൊടുത്തവർ ദൃശ്യമാധ്യമങ്ങൾ വാങ്ങുന്നു. പണം കൊടുത്തവർ ടാബ്ലറ്റുകൾ വാങ്ങുന്നു. എന്തിനു വേണ്ടിയാണ്? ലിയുളില്ല അൻ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ നേരായ മാർഗത്തെ തൊട്ട് ആളുകളെ വഴിതെറ്റിക്കുവാനാണ്. 3 മണിക്കൂർ ടിവിയിൽ സിനിമ കാണുന്ന ഒരു മനുഷ്യൻ അല്ലാഹുവിനെ ചിന്തിക്കേണ്ട എത്ര സമയമാണ് പ്രിയപ്പെട്ടവരെ അതിൽ ചെലവഴിക്കേണ്ടി വരുന്നത്? അവന്റെ നിസ്കാരം അവൻ ഖളാആക്കേണ്ടി വരില്ലേ? അവന്റെ സുന്നത്തുകൾ അവൻ ഒഴിവാക്കേണ്ടി വരില്ലേ? അവന്റെ കുടുംബങ്ങളിൽ അവൻ ചെയ്യേണ്ട കാര്യങ്ങളിൽ നിന്ന്, അതല്ലെങ്കിൽ എന്റെ ഉമ്മമാരെ, നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളിൽ നിന്ന് ഇത് കാരണത്താൽ നിങ്ങൾ അകന്നു നിൽക്കേണ്ടി വരില്ലേ? ലിയുളില്ല അൻ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തെ തൊട്ട് ആളുകളെ അകറ്റിക്കളയാനാണ് അവർ ഈ വിനോദ സംസാരങ്ങളെ പണം കൊടുത്തു വാങ്ങുന്നത്. അപ്പൊ എന്ത് ചെയ്യണം? വാങ്ങുന്നവർ ഇനി ശ്രദ്ധിക്കണം. വാങ്ങിയവരോ അതുള്ളവരോ അതിൽ നിയന്ത്രണം ഏർപ്പെടുത്തണം. അത്രേ പറയാൻ കഴിയുള്ളൂ എനിക്ക്. അല്ലാതെ നാളെ മുതൽ നിങ്ങൾ അത് ആർക്കെങ്കിലും സംഭാവന ചെയ്യണം എന്നൊന്നും ഞാൻ ഇപ്പോൾ ഇവിടെ പ്രസംഗിക്കുന്നില്ല. ഇത് പറയാലോ അല്ലേ? ധൈര്യമായിട്ട് പറയാലോ. നിങ്ങളതിൽ നിയന്ത്രണം ഏർപ്പെടുത്തണം. ഉമ്മമാരെ, എന്റെ രക്ഷിതാക്കളെ, നിങ്ങളുടെ വീടുകളിലുള്ള ടിവികളിൽ, ദൃശ്യമാധ്യമങ്ങളിൽ, ചാനലുകളിൽ, അതിന്റെ കാഴ്ചകളിൽ നിങ്ങൾ നിയന്ത്രണം ഏർപ്പെടുത്തണം. എങ്ങനെയാ നിയന്ത്രണം ഏർപ്പെടുത്തുക? എന്റെ വീട്ടിൽ ഇന്നാളിന്ന സമയങ്ങളിൽ ഇത് തുറക്കാൻ ഞാൻ അനുവദിക്കുന്ന പ്രശ്നമില്ല. നിങ്ങൾ ആരും ഒന്നും ചെയ്യില്ല. ഉറപ്പാണ്. ഒരസ്മ് വേണം, ഹൃദയത്തിൽ ഉറപ്പ് വേണം. തീരുമാനിച്ചാൽ തീരുമാനിച്ചത് തന്നെ. ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഇന്ന് നമ്മുടെ ഇടയിൽ അതിങ്ങനെ പതിവായി. ഭർത്താവായ നീയും ഭാര്യയായ അവളും നിങ്ങളുടെ മക്കളും എല്ലാവരും അതിനിങ്ങനെ കാണുകയാണ്, ആസ്വദിക്കുകയാണ്. ഒഴിവ് സമയം മുഴുവൻ അതിന്റെ ആസ്വാദനത്തിലാണ്. പത്രങ്ങളിലൂടെ ഏതൊക്കെ സിനിമയാണ് വരുന്നത് എന്ന് നോക്കിയിട്ട് അതിനനുസരിച്ചിരിക്കുകയാണ്. ചെറുപ്പക്കാരാ, നിന്റെ ആരോഗ്യം ക്ഷയിച്ച് ഒരു 10 കൊല്ലം കഴിഞ്ഞ് ഏതെങ്കിലും വിധിയുടെ ബലിമൃഗമായി നീ കട്ടിലിൽ കിടക്കുന്ന അവസ്ഥയുണ്ടായി കഴിഞ്ഞാൽ
തമ്പുരാനെ, എന്റെ ഭാര്യ ഒരു യാസീൻ ഓതിയിരുന്നുവെങ്കിൽ, എന്റെ മക്കൾ എനിക്ക് വേണ്ടി ഒരു യാസീൻ ഓതിയിരുന്നുവെങ്കിൽ എന്നാഗ്രഹിച്ച് കട്ടിലിൽ കിടക്കേണ്ടി വന്നാൽ ടിവിയുടെ ശബ്ദം കാരണം നിങ്ങൾക്കൊന്ന് നന്നായിട്ട് ഉറങ്ങാൻ പോലും പറ്റൂല. അവിടെ ഉണ്ടാവുക, നന്നായിട്ടൊന്ന് ഉറങ്ങാൻ പോലും പറ്റൂല. നിങ്ങൾ പണ്ട് പരിശീലിപ്പിച്ച ടിവിയുടെ ശബ്ദം കാരണം. അതിനാണ് ഞാൻ പറഞ്ഞത്, നിയന്ത്രണം ഏർപ്പെടുത്തുക. തന്നെയല്ല, നമ്മുടെ മക്കള് പഠിക്കേണ്ട സമയം, നമ്മുടെ ഭാര്യ ഖുർആൻ ഓതേണ്ട സമയം, നമ്മൾ ഹദ്ദാദ് ചൊല്ലേണ്ട സമയം, ഇതൊക്കെ നമ്മൾ ഇങ്ങനെ ഉപയോഗപ്പെടുത്തിയാലോ, ഈ കോമഡി സ്റ്റാറും അതുപോലെ സ്റ്റാർ സിംഗറും അതിലുള്ള ഓരോ തമാശകളും കണ്ടിട്ട് ഇങ്ങനെ കളഞ്ഞാലോ. തമാശകളാണ് ഇന്ന് ലോകത്ത് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. തമാശകൾ, എല്ലാം തമാശകളാണല്ലോ. ചാനലുകളെ കുറിച്ച് പറയുക തന്നെ വിനോദ ചാനലുകൾ എന്നുള്ളതാണ്, അല്ലേ? വിനോദ ചാനലുകളാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. നിയന്ത്രണം ഏർപ്പെടുത്തും. അള്ളാഹു പറയുന്നു, ഇനി ഇത്തരം കാര്യങ്ങളെ കുറിച്ച് ഇവരോട് പറയപ്പെട്ടാലോ അവരതിനെ പരിഹാസമായിട്ടെടുക്കും. അവർ അവരുടെ ചെവികൾ പൊത്തും. കഅല്ലം യസ്മഅഹാ, ഇതൊന്നും അവരറിഞ്ഞിട്ടേയില്ല, ഇതൊന്നും അവര് കേട്ടിട്ടേയില്ല. അള്ളാഹുവിന്റെ റസൂലേ, ഫബശ്ശിർഹു ബിഅദാബിൻ അലീം, അവർക്ക് വേദനാജനകമായ ശിക്ഷയുണ്ടെന്ന് അങ്ങ് അവരെ അറിയിക്കണം നബിയേ. അപ്പൊ നമ്മൾ ചിന്തിക്കുക, ലഹ്വ്, വെറും വിനോദികളായി, വിനോദോപാസകന്മാരായി നമ്മൾ അതപ്പതിക്കരുത്. വീട്ടിൽ അതിനൊക്കെ ഒരു നിയന്ത്രണം ഏർപ്പെടുത്തുക. വീട്ടിൽ നന്മ ഉണ്ടാവണമെങ്കിൽ എന്താവണമെന്നറിയോ? എല്ലാവരും ഒരേ മനസ്സോടെ അത് ചെയ്യണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ പറയൂ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ലഹ്വ്, ഇനി അതൊന്ന്, ഇനി നിങ്ങൾ നോക്കൂ, നമ്മുടെ മക്കൾ ആ വിനോദത്തിന് അടിമപ്പെട്ട് വളരുകയാണ്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, എന്റെയൊക്കെ ചെറുപ്പകാലത്ത് ഞങ്ങളൊക്കെ കളിച്ചിരുന്ന കളി എന്ന് പറഞ്ഞാൽ ഒരു കള്ളി വരക്കും. ആ കള്ളിയുടെ നടുവിലൂടെ വീണ്ടും 2 വരകൾ വരക്കും. എന്നിട്ട് ക്രോസിൽ നമ്മൾ എക്സ് ഇടുന്നത് പോലെ വീണ്ടും വരകൾ. അങ്ങനെ കുറെ കള്ളികളായി 3, 4, 6 കല്ലുകളുമായിട്ട് നമ്മൾ ഇങ്ങനെ 10 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു കളി കളിക്കും. പറഞ്ഞത് മനസ്സിലായോ? കല്ലുകൾ വെട്ടിയിട്ടാണ്, കല്ലാണ് ലാഭം കിട്ടുക. ഈ പ്രകൃതിയിൽ നിന്ന് നമ്മൾ പെറുക്കിയെടുക്കുന്ന കല്ല് നമുക്ക് ലാഭമാക്കും. അങ്ങനെ കളിക്കാറില്ലേ? നമ്മുടെ തെങ്ങിന്റെ ഈർക്കിളി കൊണ്ട് കളിക്കും. ഈർക്കിളി എന്ന് തന്നെയല്ലേ അതിന് പറയാ? കിളിയാണോ കിളിയാണോ എന്നുള്ളത് എനിക്കറിയില്ല. ഇവിടെ എന്താണ് ഈർക്കിളി, അതുകൊണ്ട് കളിക്കും. പെൺകുട്ടികൾ അവരുടെ കൈകളിലുള്ള വള പൊട്ടിയാൽ ആ വളപ്പൊട്ടുകൾ കൊണ്ട് കളിക്കും. വള്ളി ചാടും അവര്. അതുപോലെ ചെറിയ ചട്ടിയുടെ പൊട്ടുപയോഗിച്ച് അവരിങ്ങനെ എന്താ പറയാ, ഈ ഞങ്ങളുടെ നാട്ടിൽ കക്ക് കളിക്കാന്ന് പറയും, അങ്ങനെ കളിക്കും. കക്ക് എന്ന് തന്നെയല്ലേ എന്ന് പറയാ. ഇന്നത്തെ കുഞ്ഞുങ്ങൾക്ക് അതൊന്നും പരിചയമില്ല. ഈ ഇരിക്കുന്ന ഒരുപക്ഷെ പ്രായമൊക്കെ ഉള്ള ഉമ്മമാരൊക്കെ ഇപ്പൊ അതിങ്ങനെ ഓർക്കുന്നുണ്ടാകും. നമ്മൾ ചാടാത്ത കുളങ്ങളില്ലായിരുന്നു, അല്ലേ? നമ്മൾ കയറാത്ത മരങ്ങളില്ലായിരുന്നു. അതുകൊണ്ട് എന്തെങ്കിലും അപകടം പറ്റിയിട്ടുണ്ടോ? നമുക്കൊക്കെ അപകടം പറ്റിയിട്ടുണ്ടെങ്കിൽ അത് നമുക്കൊരു പ്രാക്ടീസ് ആയിരുന്നു. അങ്ങനെയായിരുന്നു നമ്മുടെ ചെറുപ്പകാലം. എന്നാൽ ഇന്നതെല്ലാം മാറ്റിവെച്ചു. വെറും വിനോദം മാത്രം. എന്താ വിനോദം? 4 വയസ്സായ പൊന്നുമോന് ടാബ്ലറ്റിൽ ഗെയിം കളിക്കാൻ അറിയാം. എത്ര അപകടകരമാണ് ഈ വിനോദമെന്ന് എന്തേ പുതിയ സമുദായമേ നമ്മൾ മനസ്സിലാക്കുന്നില്ല. ഇന്നമൽ ഹയാത്തുദ് ദുനിയാ ലഅബും വലഹ്വ്. ഞാൻ ആവർത്തിച്ചു പറയാണ്, ഞാൻ പറയുന്നത് മുഅ്മിനീങ്ങളോടാണ്. ഇപ്പൊ ചില ആൾക്കാരൊക്കെ നമ്മളോട് പറയും, എന്റെ മോന് ഭയങ്കര ബുദ്ധിയാ. എന്താ ബുദ്ധിയുടെ അലാമത്ത്? എനിക്ക് പോലും ഈ മൊബൈലിൽ കണ്ടെത്താൻ കഴിയാത്ത സംഗതികൾ കണ്ടില്ലേ, ഇവങ്ങനെ കണ്ടെത്തുകയാണ്. ഇപ്പൊ ഭയങ്കര ബുദ്ധിയാണ്. ഇവന്റെ കയ്യിൽ ഇതങ്ങ് കൊടുത്താൽ മതി, പിന്നെ അവനെ നോക്കുക തന്നെ വേണ്ട. ഒരു കരച്ചിലും ഉണ്ടാവൂല, ബഹളം ഉണ്ടാവൂല, സുഖമായിട്ട് അവിടെ കഴിഞ്ഞോളൂ, അല്ലേ? ചിന്തിക്കണം, അവന്റെ തലച്ചോറിലും ഹൃദയത്തിലും എത്ര അപകടകരമായ ചിന്തകളാണ് നമ്മൾ കയറ്റിക്കൊണ്ടിരിക്കുന്നത്.
കാലഘട്ടത്തിലെ ഏറ്റവും അപകടകരമായ കളിപ്പാട്ടമാകുന്നു ടാബ്ലറ്റ് എന്ന് പറയുന്നത്. ടാബ്ലറ്റ് അപകടകരമായ ഒരു കളിപ്പാട്ടമാണ്. നിങ്ങൾ ചിന്തിക്കണം, അതില് ഗെയിം കളിക്കുമ്പോ അവന്റെ ആരോഗ്യത്തിന് പുരോഗതി ഉണ്ടോ ഇല്ല, അവന്റെ ബുദ്ധിക്ക് പുരോഗതി ഉണ്ടാകുന്നുണ്ടോ ഇല്ല. ടാബ്ലറ്റിൽ ഗെയിം കളിച്ചിട്ട് അതുകൊണ്ടൊരു നേട്ടം ബുദ്ധിക്കുണ്ടായതായി ഇന്ന് വരെ തെളിയിക്കപ്പെട്ടിട്ടില്ല, അത് തെളിയിക്കപ്പെടുകയുമില്ല. അമ്മാവൻ ഗൾഫിൽ നിന്ന് വരുന്ന വിവരം വിളിച്ചു പറഞ്ഞപ്പോൾ ഇവിടുന്ന് എന്താ പെങ്ങള് പറയുന്നത്, അവന് കുറെ ദിവസമായി ഒരു ടാബ് വേണമെന്ന് പറയുന്നു, ഒരു ടാബ് കൊണ്ടുവാ. ഇതിനായി എനിക്ക് ഖത്തറിൽ പോയപ്പോൾ ഒരു കൂട്ടുകാരൻ ഒരു ടാബ് സമ്മാനിച്ചു. അങ്ങനെ ഞാന് അത് വീട്ടിൽ കൊണ്ടുവന്നു. പിന്നെ വീട്ടിലെന്നും പ്രശ്നങ്ങളോട് പ്രശ്നങ്ങളാണ്, എന്നും പ്രശ്നങ്ങൾ. എന്താ, എന്റെ മോൻ അന്ന് 6 വയസ്സാണ്, ഇപ്പൊ 7 വയസ്സായിരുന്നു. അന്ന് 5 വയസ്സാണ്, ഇപ്പൊ 7 വയസ്സായി. മോന് പിന്നെ ഭക്ഷണം വേണ്ട, വെള്ളം വേണ്ട, യാതൊന്നും വേണ്ട, മുഴുവൻ സമയവും ഇതിൽ തന്നെ. പിന്നെ പ്രശ്നമാണ്. ഞാനത് വാങ്ങിവെച്ച് അത് മറ്റൊരാൾ എന്നോട് ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ അയാൾ കൊടുത്തോടുകൂടെ വീട്ടിൽ സമാധാനമായി. അപ്പൊ ഞാൻ ചിന്തിച്ചതാണ്, റബ്ബേ, ഇങ്ങനെ ഇതുമായിട്ട് ജീവിക്കുന്ന കഴിഞ്ഞുകൂടുന്ന നമ്മുടെ സമൂഹത്തിലെ കുഞ്ഞുങ്ങളുടെ കൽബിന്റെ ഉള്ളിലെല്ലാം ഈ വിഷമല്ലേ നിറഞ്ഞു പോകുന്നത് അല്ലേ? അവര് സാങ്കല്പിക ലോകത്താണ്. നമ്മൾ ഈ ചെറിയ കഥാപുസ്തകം വായിക്കുന്ന കുട്ടികളുണ്ട്, അവർക്ക് തന്നെ ആ ചിത്രകഥകളിലൂടെ മായാവി, ലുട്ടാപ്പി, ഡാഗിനി തുടങ്ങിയ കഥാപാത്രങ്ങളൊക്കെ അവരുടെ മനസ്സിലങ്ങ് പതിഞ്ഞിടണം. അതൊരു കുട്ടിത്വത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് മാറ്റിവെക്കാം. പക്ഷേ ഇതല്ല, ചലിക്കുന്ന ചിത്രങ്ങളും സംഭവങ്ങളും അവരുടെ മനസ്സിൽ അത്രയധികം സ്വാധീനം ചെലുത്തും. ഈ ഗൗരവമേറിയാണ്. 1. 2, അവർ അതിനെ പ്രാധാന്യമുള്ളതായി കാണും. ലഹുവിനെ അവർ പ്രാധാന്യമുള്ളതായിട്ട് കാണും. അല്ലെങ്കിലേ അവരുടെ മനസ്സ് വിനോദത്തിലേക്ക് പോകുന്ന ഒരു മനസ്സാണ്. പക്ഷേ മുഅ്മിന്റെ മനസ്സെങ്ങനെയാവണം ആ പ്രായത്തില്? ആ പ്രായത്തിൽ മുഅ്മിനിന്റെ മനസ്സ്, മുഅ്മിനായ കുഞ്ഞിന്റെ മനസ്സ്, ഈമാനുള്ളവരുടെ മക്കളുടെ മനസ്സ് ഖുർആൻ പ്രാധാന്യമുള്ളതായി കാണണം. 7 വയസ്സായി കഴിഞ്ഞാൽ അവന് പ്രാധാന്യം നിസ്കാരമാകണം. ആ പ്രായത്തിൽ അവൻ മനഃപ്പാഠമാക്കേണ്ട നിസ്കാരത്തിലുള്ള അദ്കാറുകൾ, പരിശുദ്ധ ഖുർആനിലുള്ള അദ്കാറുകൾ, ഇതെല്ലാം അവരുടെ കൽബിൽ ഇങ്ങനെ രൂഢമൂലമായി കൊണ്ടേയിരിക്കണം. അങ്ങനെ മനസ്സിൽ ഇത് പതിയേണ്ടതിന് പകരം അവരുടെ ഹൃദയത്തിൽ പതിയുന്നത് ഈ വിഡ്ഢിത്തരങ്ങളും തെമ്മാടിത്തരങ്ങളും മാത്രമാണ്, അല്ലേ? അവരുടെ കൽബിൽ പതിയുന്നത് ഈ റോഡിലൂടെയുള്ള വാഹന സഞ്ചാരമാണ്. ഗെയിമിന്റെ ലോകത്ത് 4 കുട്ടികൾ അടുത്തിരുന്ന് അവരുടെ കയ്യിൽ ടാബ്ലറ്റ് ഉണ്ടാകും, അവർ സംസാരിക്കുന്നു പോലുമില്ല. അവരുടെ ടാബുകൾ പരസ്പരം അവർ കണക്ട് ചെയ്ത് ഒരുമിച്ചവർ അവരിങ്ങനെ ഗെയിം കളിക്കുകയാണ്. കളിയിൽ അവർ മുഴുകിയിരിക്കുകയാണ്. ഒരിക്കലും അവസാനിക്കാത്ത കളിയുടെ ലോകം. കളിയുടെ പ്രത്യേകത എന്താ? ഒരു കളി കഴിഞ്ഞാൽ പിന്നെ അത് മടുക്കും എന്നുള്ളതാണ്. ഗെയിമിന്റെ പ്രത്യേകത അത് തന്നെയാണ്. പുതിയ പുതിയ ഗെയിമിന്റെ വേർഷൻ കുട്ടികൾ ഇങ്ങനെ അന്വേഷിച്ച് നടക്കും. ഒരു പുതിയ ഗെയിം ഉണ്ട് എന്ന് പറഞ്ഞാൽ ആ ഗെയിമിലേക്ക് മക്കൾ പോകും. അമേരിക്കക്കാരൻ പുതുതായിട്ട് ഇറക്കിയ ഒരു ഗെയിമിന്റെ പിന്നാലെ ഒരു ദിവസം ശരാശരി 43 മിനിറ്റ് അവൻ ചെലവഴിക്കുന്നുണ്ടെന്നാ പറഞ്ഞത്. ഒരു ദിവസം 43 മിനിറ്റുകൾ. പോക്കിമോൻ എന്നാണ് ആ ഗെയിമിന്റെ പേര്. നിങ്ങൾ ആരും ഇപ്പൊ പുതുതായിട്ട് കേട്ടൊന്നുള്ള നിലക്കതിന് മുതലെടുക്കാൻ നിൽക്കണ്ട, അത് അന്വേഷിക്കാനും പോകണ്ട. അപകടകരമായ ഒരു ഗെയിമാണ് അത്രയത് എന്ന് പറഞ്ഞാൽ സാങ്കല്പികല്ല, പിന്നെയോ യാഥാർത്ഥ്യം. ആ ഗെയിം കളിക്കുമ്പോ അവന്റെ ടാബ്ലറ്റിൽ GPS സംവിധാനത്തിലൂടെ ഈ പഴയന്നൂരിനെ അവനെ കേന്ദ്രീകരിക്കാൻ കഴിയും. അവൻ ഗെയിം കളിക്കുന്നത് ഈ പഴയന്നൂരിൽ വെച്ചിട്ടാണെന്ന് ആലോചിച്ച് നോക്കൂ. ഇവിടെയുള്ള വാഴികളും ഇവിടെയുള്ള കുളങ്ങളും ഒക്കെയുള്ള ഒരു പുതിയ ഗെയിം അതെങ്ങാനും മക്കളുടെ കയ്യിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവരെ പിടിച്ചാൽ കിട്ടൂല എന്നാണ് മനഃശാസ്ത്രജ്ഞന്മാര് പറയുന്നത്. തന്നെയല്ല, എത്രയോ രാജ്യങ്ങൾ ആ ഗെയിം നിരോധിക്കാനും തുടങ്ങുകയാണ് അത്രേ. കാരണം GPS സംവിധാനത്തിലൂടെ ആ പ്രദേശത്തിന്റെ ഭൂപടങ്ങൾ അവരിലേക്ക് പ്രവേശിക്കപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാ പ്രദേശങ്ങളും പിന്നെ അതിന്റെ കീഴിലായി. ചെറിയ കുട്ടികൾ പോലും ആ പ്രദേശത്ത് കൂടെ ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. വീടിന്റെ ഉള്ളുകളിലേക്ക് ഇങ്ങനെ പോവാൻ വളരെ അപകടകരമായ സാഹചര്യം. പിന്തിരിപ്പിക്കണം. ഉമ്മയും ബാപ്പയും ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ അവർ ഈ ലഹുവിന്റെ പിന്നാലെ പോകും. ചരിത്ര പ്രസിദ്ധനായിരുന്നു ബഹുമാനപ്പെട്ട റബീഅത്ത് ഇബ്നുൽ ഫറൂഖ്
റളിയല്ലാഹു അൻഹു പറഞ്ഞോളൂ. റബീഅത്ത് ഇബ്നുൽ ഫറൂഖ് റളിയല്ലാഹു തആല അൻഹു മക്കയിലെ മുഹദ്ദിസായിരുന്നു, മദീനയിലെ ഇമാമുൽ മദീന, ആലിമുൽ മദീന, മുഹദ്ദിസുൽ മദീന. മദീനയിലെ മുഹദ്ദിസാണ്, മദീനയിലെ ഇമാമാണ്. വളരെ ചെറുപ്പക്കാരനാണ്, 27 വയസ്സാണ് റബീഅക്ക് പ്രായമുണ്ടായിരുന്നത്. ഒരു ദിവസം റബീഅ തന്റെ വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് ളുഹ്ർ നിസ്കരിക്കാൻ വേണ്ടി ഇറങ്ങുമ്പോ പ്രായമേറിയ ഒരു മനുഷ്യൻ തന്റെ വീട്ടിലേക്ക് കയറി വരുന്നു. എന്നിട്ട് പറയുന്നു, ആരാണ് എന്റെ വീട്ടിൽ സലാം പറഞ്ഞു ചോദിച്ചു. നീ എന്താ എന്റെ വീട്ടിൽ നിൽക്കുന്നത്? റബീഅ ചോദിച്ചു, നിങ്ങളുടെ വീടോ? ഇതെന്റെ വീടാണല്ലോ. വൃദ്ധൻ പറഞ്ഞു, നിങ്ങളുടെ വീടല്ല, ഇതെന്റെ വീടാണ്. എവിടെ നിന്നോ കയറി വന്ന ഒരാൾ ഇതെന്റെ വീടാണ് എന്ന് പറയുമ്പോ റബീഅയും ദേഷ്യപ്പെട്ടു. നിങ്ങളുടെ വീടല്ല, എന്റെ വീടാണ്. അയാൾ ഇത് എന്റെ വീടാണ്. അങ്ങനെ സംസാരം തുടരുമ്പോഴാണ് പലരും കൂടി ഇയാളെ പരിചയമുള്ളവരാരുമില്ല. വീടിന്റെ ഉള്ളിൽ നിന്ന് റബീഅയുടെ ഉമ്മ കാതോർക്കുകയാണ്. ഉമ്മു റബീഅ, ബഹുമാനപ്പെട്ട റബീഅയുടെ ഉമ്മ കാതോർത്തു. ഇതാരാണ്? അല്ലാ അടുത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു, മോനെ 27 കൊല്ലം മുമ്പ് നിന്നെ ഞാൻ ഗർഭത്തിലായിരിക്കുമ്പോ എന്നോട് യാത്ര പറഞ്ഞ് യുദ്ധത്തിന് വേണ്ടി പോയ നിന്റെ പിതാവായ ഫറൂഖാണ് മോനെ, നിന്റെ ഉപ്പയാണ് മോനെ. മാഷാ അല്ലാഹ്, തന്റെ പിതാവോ? പിതാവിനോട് സലാം പറഞ്ഞ്, പിതാവേ ബാങ്ക് കൊടുത്തു, ഞാൻ പള്ളിയിൽ പോവട്ടെ, വന്നിട്ടുപ്പായെ കാണാം. റബീഅ പള്ളിയിലേക്ക് പോയി. ഫറൂഖ് വീട്ടിലേക്ക് കയറി. തന്റെ ഭാര്യയോട് പുഞ്ചിരിച്ച് സലാം പറഞ്ഞ് അവിടുന്ന് പറഞ്ഞു, പെണ്ണേ, ഞാൻ 27 കൊല്ലം മുമ്പ് സലാം പറഞ്ഞു പോകുമ്പോ നിന്റെ കയ്യിൽ ഞാൻ 20,000 ദീനാറുകൾ തന്നിരുന്നല്ലോ. അതിന്റെ വരവെവിടെയാണ്? അതിന്റെ ചെലവെവിടെയാണ്? ഇത് നമ്മൾ പലപ്പോഴും ചോദിക്കുന്നതാണോ പ്രശ്നം, ചോദിക്കാത്തതാണോ പ്രശ്നം എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ചർച്ച ചെയ്യാവുന്നതാണ്, അല്ലേ? ഭാര്യ ചോദിക്കാണ്, 1000 റുപ്യ വേണം. കഴിഞ്ഞ ആഴ്ച ഞാൻ നിന്റെ അടുത്ത് 500 റുപ്യ എന്നല്ലോ, അതെവിടെ? ഇവിടുത്തെ സ്ത്രീകളല്ല, ചില സ്ത്രീകൾ അങ്ങനെ പറയും, നിന്റെ അനുഭവം എന്ന് വിചാരിക്കണം. ഓ, ആകെ തരും 500 റുപ്യ, എന്നിട്ട് അതിന്റെ കണക്ക് ഇങ്ങനെ പറഞ്ഞു തരണം. അങ്ങനെ പറയാറുണ്ടോ? ഇവിടെ ആരോടും പറയാറില്ല കേട്ടോ. നിങ്ങൾ ആരും ഇവരോടൊന്നും അങ്ങനെ പറയാറില്ല എന്നാണ് ഇവരുടെ മൗനത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. അള്ളാഹു നല്ല സ്നേഹവും സന്തോഷവും അള്ളാഹു തആല നിറവേറ്റി തരുമാറാകട്ടെ. പക്ഷെ അങ്ങനെ പറയണം, അങ്ങനെ പറയണം. അങ്ങനെ പറയാത്തതാ പ്രശ്നം, അല്ലേ? പ്രത്യേകിച്ച് നമ്മുടെ നാടനുഭവിക്കുന്ന വലിയ ഒരു പ്രശ്നം അരക്ഷിതാവസ്ഥയാണ്. അരക്ഷിതാവസ്ഥ പറഞ്ഞാൽ ഞാൻ പറയുന്നത് ഹർത്താലും ബന്ധം നടത്തിയിട്ട് ആകെ അരക്ഷിതാവസ്ഥയാണെന്നുള്ളതല്ല പറയുന്നത്. ഓരോ വീട്ടിലും രക്ഷിതാവില്ലാത്ത അവസ്ഥയാണ്. രക്ഷിതാവില്ല. രക്ഷിതാവ് എവിടെ? പിന്നെ ഗൾഫിലാ. പിന്നെ അവിടുത്തെ രക്ഷിതാവ് ആരാ? അമ്മയാണ്, അല്ലെ നിന്റെ ഭാര്യയാണ്. അവരാണെങ്കിൽ ഇടക്കിടക്ക് ഇങ്ങനെ വാട്സപ്പ്, പഴയ പോലെ കത്തൊന്നും അല്ലല്ലോ, ഇടക്കിടക്ക് ഇങ്ങനെ വിടും. അർജന്റായിട്ട് 5000, അർജന്റായിട്ട് 4000, അർജന്റായിട്ട് 3, എല്ലാം അർജന്റാണ്. അർജന്റ് ഇല്ലാത്തൊരു പരിപാടിയില്ല. സാധുക്കള് പൈസ പഴയ പോലെ അയച്ചു കൊടുക്കൊന്നും വേണ്ടല്ലോ, അക്കൗണ്ടിൽ ഇട്ടാൽ മതി. ഒരു ഓട്ടോ വിളിച്ചിട്ട് നേരെ ATM ആയിട്ട് പോയിട്ട് ഇങ്ങനെ കാശ് എടുക്കാണ്. യാ അല്ലാഹ്, വരവുമില്ല ചെലവുമില്ല, തോന്നുന്നത് പോലെ. യാ അല്ലാഹ്, ശ്രദ്ധിക്കണം. ഞാൻ അതിലേക്ക് കടക്കുകയല്ല. റബീഅയുടെ പിതാവ് അപ്പൊ പറഞ്ഞു, അത് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക്, അത് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഇപ്പൊ ബാങ്ക് കൊടുത്തല്ലോ, നിങ്ങളൊന്ന് പള്ളിയിൽ പോയിട്ട് നിസ്കരിച്ചു വരൂ. ചെന്നു, നിസ്കരിച്ചു വന്നു. നിസ്കരിക്കാൻ പോയി. മദീന പള്ളിയുടെ ഏകദേശം പിറകുഭാഗത്താണ് സ്ഥലം കിട്ടിയത്. നിസ്കാരം കഴിഞ്ഞു. ജനങ്ങളാരും എഴുന്നേറ്റ് പോകുന്നില്ല. മിഹ്റാബിന്റെ മുമ്പില് ഒരു സുമുഖനായ ചെറുപ്പക്കാരൻ ഹദീസ് പറയുകയാണ്. നല്ല മനോഹരമായ ഭാഷയിൽ അതിന്റെ വ്യാഖ്യാനങ്ങൾ ഇങ്ങനെ പറയാണ്. ഫറൂഖ് ചോദിച്ചു കൂടെ ഇരിക്കുന്നയാളോട്, ഇതാരാ? അപ്പോൾ പറഞ്ഞു, നിങ്ങൾക്കറിയില്ലേ, നിങ്ങൾ ഈ നാട്ടുകാരനല്ലേ? ഹാദാ റബീഅത്ത് ഇബ്നുൽ ഫറൂഖ് ഇമാമുൽ മദീന.
മദീനയുടെ ഇമാമായ റബീഅത്ത് ഇബ്നുൽ ഫറൂഖാണിത്. ഫറൂഖിന്റെ കണ്ണുകൾ നിറഞ്ഞു പോയി. അവിടെ നിന്ന് എഴുന്നേറ്റ് തന്റെ വീട്ടിലേക്ക് പോയി. ഭാര്യയോട് സലാം പറഞ്ഞവളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, പെണ്ണേ, എനിക്ക് നീ കണക്ക് പറഞ്ഞു തരേണ്ട. കാരണം അതുകൊണ്ട് നേടാവുന്നതിനേക്കാൾ വലിയ നേട്ടമല്ലേ എനിക്ക് നീ തന്നിട്ടുള്ളത്. ദുനിയാവിലും ആഖിറത്തിലും എനിക്ക് ഉപകാരപ്പെടുന്ന എത്രയെത്ര ആളുകളാണ് പൊന്നുമോന്റത് കേൾക്കാനിരിക്കുന്നത്. എനിക്ക് നീ നൽകിയല്ലോ, ഞാൻ ഇല്ലാതിരുന്നിട്ടുമെന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട റബീഅത്ത് ഇബ്നുൽ ഫറൂഖിന്റെ പിതാവ് തന്റെ ഭാര്യയെ അഭിനന്ദിച്ചതായി ചരിത്രത്തിന്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. ഇങ്ങനെയാണോ നമ്മൾ ആവേണ്ടത്? അതോ ടാബ് കൊടുത്തയച്ചിട്ട് അവനിപ്പോ ഗെയിമൊക്കെ കളിക്കാൻ പഠിഞ്ഞോ എന്ന് വാട്സപ്പിലൂടെ ചോദിക്കുന്ന വാപ്പാരാണോ നമ്മൾ ആവേണ്ടത് എന്ന് നമ്മൾ ആലോചിച്ചാൽ മതി. ചിന്തിക്കണം, വാങ്ങി വെക്കണം, നിയന്ത്രണം ഏർപ്പെടുത്തണം. അവരുടെ ഹൃദയങ്ങളിൽ പരിശുദ്ധ ഖുർആൻ പതിയേണ്ട കാലത്ത്, നിസ്കാരത്തിന്റെ പ്രാധാന്യം പതിയേണ്ട കാലത്ത്, സുബ്ഹാനല്ലാഹ്, ഇത്തരം വിഷയങ്ങൾ പതിഞ്ഞാൽ ഉത്തരവാദികൾ നമ്മൾ മാത്രമായിരിക്കും. കാരണം അവരിങ്ങനെ ലഘുവിന്റെ പിന്നാലെ പോകും. 7 വയസ്സായ ഇപ്പോൾ ഉള്ളത് അവർക്ക് മതിയാവില്ല. 10 ആയാൽ 15 ആയാൽ 20 ആയാൽ അങ്ങനെ പ്രായം ഇങ്ങനെ ഏറുന്നതിനനുസരിച്ച് അവർക്കൊന്നും മതിയാതെയാകും. അങ്ങനെ മതിയാവാതെയായാൽ അവർ വലുതായി കഴിഞ്ഞാൽ അവരെ നമ്മുടെ നിയന്ത്രണത്തിൽ കിട്ടില്ല. നേരത്തെ ഇവിടെ ബഹുമാന്യരായ പണ്ഡിതന്മാർ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മൾ ഈമാനോടെ ആലോചിക്കേണ്ടവരാണ്. നമ്മൾ എവിടേക്കാ പോകേണ്ടത്? വല്ലാഹു യദ്ഉ ഇലാ ദാരിസ്സലാം, സമാധാനത്തിന്റെ വീട്ടിലേക്കാ പോകേണ്ടത്. ആ സമാധാനത്തിന്റെ പ്രത്യേകത എന്താണ്? ലാ തസ്മഉ ഫീഹാ ലാഗിയ, അവിടെ അനാവശ്യമായ ഒന്നുമേ കേൾക്കാൻ കഴിയില്ല. ഫീഹാ ഐനുൻ ജാരിയ, ഫീഹാ സുറുറും മർഫൂഅ വ അക്വാബും മൗളൂഅ വ നമാരിഖു മസ്ഫൂഫ വ സറാബിയു മബ്സൂസ. അവിടെ നിറക്കപ്പെട്ട കോപ്പകളുണ്ട്, അവിടെ ഒരുക്കപ്പെട്ടിരിക്കുന്ന തലയിണകളുണ്ട്, അവിടെ ഉയർന്ന കട്ടിലുകളുണ്ട്, അവിടെ വിരിക്കപ്പെട്ട പരവതാനികളുണ്ട്, അവിടെ മനോഹരമായ തലയിണകളുണ്ട്. അല്ലാഹു അവിടേക്ക് നമ്മളെ എത്തിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ അന്തസ്സലാം വ മിൻകസ്സലാം വ ഇലൈക യർജിഉസ്സലാം ഹയ്യിനാ റബ്ബനാ ബിസ്സലാം വ അദ്ഖിൽനാ ബിറഹ്മതിക ദാറസ്സലാം. നിന്റെ കരുണ കൊണ്ട് ഞങ്ങളെ നീ പ്രവേശിപ്പിക്കേ ദാറസ്സലാം, ഈ സമാധാനത്തിന്റെ വീട്ടിൽ എന്ന് അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കാറുണ്ട്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബ്. ബക്കറ്റ് പിരിവുണ്ടോ ഷരീഫെ? അത് മറന്നു പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. കാരണം കൂടുതൽ സമയം വാഴ്ന്നു പറയാൻ ഉദ്ദേശിക്കുന്നില്ല, കുറച്ച് സമയം കൂടെ പറയുന്നുള്ളൂ ഇൻഷാ അല്ലാഹ്. അപ്പൊ ആ ബക്കറ്റിലേക്ക് എല്ലാവരും, നമ്മുടെ നാട്ടിൽ കുറെ കാലത്തിന് ശേഷം ഒരു പരിപാടി ആണോ, ഇങ്ങനത്തെ ഒരു പരിപാടി കുറെ കാലത്തിന് ശേഷമാണ് നടക്കുന്നത്. അൽഹംദുലില്ലാഹ്. അപ്പൊ സന്തോഷത്തോടെ കൊടുക്കുക, സന്തോഷത്തോടെ. എല്ലാ കാര്യങ്ങളിലും നിങ്ങളൊക്കെ നന്നായിട്ട് സഹകരിക്കുന്നവരാണ്. ഇതിൽ നമ്മളെല്ലാവരും സന്തോഷത്തിന്റെ ഒരു സ്വതക്കയാകണം ഈ സ്വതക്ക. എല്ലാവരും ഇൻഷാ അല്ലാഹ് പറയൂ. ഇൻഷാ അല്ലാഹ് അല്ലാഹു കബൂലാക്കുമാറാവട്ടെ. ഉറക്കാമീൻ പറയൂ. അല്ലാഹു കബൂലാക്കുമാറാവട്ടെ. വലിയ ബക്കറ്റുമായിട്ടാണ് ഷെരീഫ് വരുന്നത്. അപ്പൊ അതിൽ ചെറിയ സ്വതക്കട്ടുണ്ടെങ്കിൽ അത് വലിയ വിഷമാവും. ഇൻഷാ അല്ലാഹ് എത്ര എണ്ണം എന്നാ ഞാൻ പറയേണ്ടത്? 10 എന്നൊക്കെ പറഞ്ഞത് മോശമാവുന്നാ തോന്നുന്നത്. 10 എന്ന് പറയണോ? ഇവിടെ ആരും ഒന്നും മിണ്ടുന്നില്ല. നിങ്ങൾ എന്താണെങ്കിൽ പറയുന്നതാണോ പറയണത്? 10 എന്ന് ഞാൻ പറയുന്നില്ല. ഇൻഷാ അല്ലാഹ് ചുരുങ്ങിയതൊരു 100എങ്കിലും. ഷെരീഫ് ബക്കറ്റ് വലുതാണ് കാരണം പോയി ചെറുതാൻ പോയോ? മാഷാ അല്ലാഹ്, അങ്ങനെയുണ്ട്. അപ്പൊ അത് കാര്യമായിട്ട് നമ്മുടെ ഉമ്മമാരും സ്ത്രീകളും സഹോദരിമാരും ഒക്കെ ആയിരിക്കും കൊണ്ടുവന്നിട്ടുണ്ടാവുക. ഒരു കവർ വീട്ടിൽ കൊടുത്തയച്ചിട്ടുണ്ട് എന്നാ പറഞ്ഞത്. ഇൻഷാ അല്ലാഹ്. അപ്പൊ ആ കവറിൽ നല്ല ഒരു സ്വതക്കയുണ്ട്. വേം വാ ഷെരീഫേ. ഷെരീഫ് ബക്കറ്റ് തരന്നെ. അങ്ങോട്ട് വേണം, തുടങ്ങ്. തുടങ്ങിയിട്ട് വേണം ബാക്കി പറയാൻ. സാധു ഷെരീഫന്നെ ഉള്ളു ഇവിടെ, വേറെ വളണ്ടിയർമാരൊന്നും ഇല്ലേ? ഇനി അടുത്ത ബക്കറ്റ് പിന്നെ തരാ. അങ്ങോട്ട് വാ ഇൻഷാ അല്ലാഹ്. അടുത്ത ബക്കറ്റ് അടുത്ത ആള് തരാ.
വരുന്നുണ്ട്. അൽഹംദുലില്ലാഹ്. എല്ലാവരും സ്വതക്ക എടുത്ത് കൈ പിടിക്കുക. നിങ്ങളുടെ അടുക്കലേക്ക് വരുമ്പോൾ അതിൽ നല്ല ഒരു സ്വതക്ക എല്ലാവരും. അള്ളാഹു എന്തുദ്ദേശത്തോടെയാണോ നിങ്ങൾ ആ സ്വതക്ക ചെയ്യുന്നത്, അള്ളാഹു തആല അത് കബൂൽ ചെയ്യുമാറാവട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പൊ 100 എന്നാ ഞാൻ പറഞ്ഞത്, ചുരുങ്ങിയത്. എന്റെ അപ്പുറത്തേക്ക് എത്ര പൂജ്യമാണ് കേട്ടോ. 1000, 10000 അങ്ങനെ എന്നുള്ള സംഘാടകർക്ക് യാതൊരു വിഷമമുള്ള സംഗതിയല്ല എന്ന് സാന്ദർഭികമായിട്ട്. വിഷമാവില്ലോ 1000 ഇട്ടാല് ശരീഫേ, 1000 മുതലിട്ട് ആർക്കും വിഷമാവില്ലോ, ആർക്കും ഒരു വിഷമാവില്ല. ഇൻഷാ അല്ലാഹ് അള്ളാഹ് സ്വീകരിക്കുമാറാവട്ടെ. അപ്പൊ നല്ല സ്വതക്കയിൽ ചെയ്യാം. എന്തൊക്കെ നീയത്തോടെയാണോ നിങ്ങൾ സ്വതക്ക ചെയ്യുന്നത്, അള്ളാഹു അത് കബൂലാക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബ്. 10 മണിയായി. എത്ര മണി വരെയാണ്? 10:30 വരെയാണ്. എല്ലാരും എഴുന്നേറ്റ് ഒരു സ്വലാത്ത് ചൊല്ലിയാല് ഇൻഷാ അല്ലാഹ് ഒരു റാഹത്താവൂല. തവസ്സൽനാ ബിബിസ്മില്ലാ വബിൽ ഹാദി റസൂലില്ലാ വകുല്ലി മുജാഹിദിൻ ലില്ലാ വഅഹ്ലിൽ ബദരി യാ അല്ലാഹ്. ഉറക്കെ സ്വലാത്തുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. നിങ്ങൾ 2 മണിക്കൂറിലേറെ ഇരിക്കുന്നു. വേണമെങ്കിൽ കയ്യൊക്കെ ഒന്ന് ഇങ്ങനെ കുടഞ്ഞ് ഉഷാറായിക്കോളി. അടുത്ത ആൾ ഇടിക്കൊന്നും ചെയ്യല്ലേ. ചാടണോ? ചാടുന്നു വേണ്ടല്ലോ. ഇൻഷാ അല്ലാഹ് ഉറക്ക് പോയവര് മാത്രം ഇരുന്നേ. ഉറക്ക് പോയവര് മാത്രം. കുറച്ച് ആൾക്കാർ നിൽക്കുന്നുണ്ടല്ലോ. എല്ലാവരുടെയും ഉറക്ക് പോയോ? അപ്പൊ അത്ര പണിയുള്ളൂ അതിനല്ലേ. യാ അല്ലാഹ്, അല്ലാഹു ഈ സദസ്സ് കബൂൽ ചെയ്യുമാറാവട്ടെ. അപ്പൊ മുഅ്മിനീങ്ങളെ, നമ്മൾ ഗൗരവത്തോടെ ആലോചിക്കുക. ഗെയിമിന്റെ ലോകത്ത് നിന്ന് നമ്മൾ ആരും ആ പണി ചെയ്യുന്നവരല്ല. നമ്മളുടെ മക്കള് അതിൽ നിന്ന് നമ്മൾ അവരെ അകറ്റുക. അത് വേറെ ആരൊക്കെയോ കളിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്, നമ്മൾ കളിക്കാനുണ്ടായത്. ഇനി ഞാൻ പറയട്ടെ, ഇന്നമൽ ഹയാത്തുദ് ദുനിയാ ലഇബുൻ വലഹു. അപ്രകാരം വിനോദത്തിന്റെ ഒരു ഉപകരണമാണ് മൊബൈൽ ഫോൺ എന്ന് പറയുന്നത്. അത് സത്യത്തിൽ മൊബൈൽ ഫോൺ എന്തിനുള്ളതാണ് എന്ന് ചോദിച്ചപ്പോൾ നമ്മൾ എന്താ പറയാ, വിളിക്കാനുള്ളതാണ്. പക്ഷേ ഇന്നത് വിനോദത്തിന്റെ ഉപകരണമാണ്. അത് മനുഷ്യന്മാരെ എല്ലാ രീതിയിലും അവന്റെ സമയം കളയുന്നു, അവന്റെ ശ്രദ്ധയെ കവർന്നെടുക്കുന്നു. ഉദാഹരണമായിട്ട് ഞങ്ങളോട് പറഞ്ഞു, ഞങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഞാൻ ഈ വഅദ് പറയുമ്പോ എന്റെ കയ്യിൽ ഫോൺ ഉണ്ട് എന്ന് വിചാരിക്കാം. എനിക്ക് ഇടക്കിടക്ക് എന്താവും, ഒന്നുകിൽ ഫോൺ വരും, ഞാൻ അതല്ലാന്നുണ്ടെങ്കിൽ ഫോൺ വന്നിടോ എന്നുള്ള സംശയം ഉണ്ടാവും, മനസ്സ് അതിലേക്ക്. അതുകൊണ്ട് ഞാൻ എന്തായി, ഇവിടെ വഅദിന് വേണ്ടി ഞാൻ വന്ന ഉടനെ തന്നെ വണ്ടിയിൽ അവിടെ ഫോൺ വെച്ചു. ഇനി പോകുന്ന സമയത്ത് ആരും വിളിച്ച് പറ്റിയാ തിരിച്ചു വിളിച്ചു. ഇത് ഞങ്ങളോട് വലിയ ആളായിട്ട് പറയില്ല, നമുക്കിന്നത് സാധ്യമാവില്ല. പൊതുവെ എന്തിനാ പള്ളിക്ക് ഫോൺ കൊണ്ടിരുന്നത്? അർജന്റ് ആയിട്ട് ഇപ്പൊ ആരെങ്കിലും വിളിച്ചാലും ഒരു അല്പസമയത്ത് സ്വിച്ച് ഓഫ് ചെയ്യാനുള്ള മനസ്സുണ്ടോ? എന്തേ? അതിന്റെ ഒന്നാമത്തെ നമ്മുടെ ദൂഷ്യവശാണ് നമ്മുടെ എല്ലാ കേന്ദ്രീകൃതമായ ശ്രദ്ധകളെയും മൊബൈൽ ഫോൺ അകറ്റിക്കളയുന്നു എന്നുള്ളത്. മുഅ്മിന്റെ മനസ്സെന്താ? മുഅ്മിന്റെ മനസ്സ് എങ്ങനെയാ? അതാണ് മുഅ്മിന്റെ മനസ്സ്. മുഅ്മിന്റെ മനസ്സെന്താ? അല്ലാഹു അക്ബർ. പിന്നെന്താ? വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർള് ഹനീഫൻ മുസ്ലിമൻ വമാ അന മിനൽ മുശ്രിക്കീൻ. അല്ലാഹുവേ, മറ്റുള്ള എല്ലാ ചിന്തകളിൽ നിന്നും പരിപൂർണമായും ദീനിലേക്ക് ചാഞ്ഞവനായ രീതിയിൽ ഞാനിതാ ആകാശഭൂമികളെ പടച്ച അല്ലാഹുവിലേക്ക് എന്റെ സർവത്തെയും ഞാൻ തിരിച്ചിരിക്കുന്നു. മുഖം തിരിച്ചിരിക്കുന്നു മലയാളത്തിൽ പറയാം, പക്ഷേ എന്റെ എല്ലാ അവയവങ്ങളെയും എന്റെ മനസ്സിനെയും ഞാൻ തിരിച്ചിരിക്കുന്നു. അപ്പോഴാണ് ഇവിടുന്ന് നിങ്ങോങ് നിങ്ങോങ് എല്ലാ ശ്രദ്ധയും പോയോ? അതില്ലാതെ തന്നെ പറയണ്ട. അങ്ങനെ ബെല്ലടിക്കാതെ തന്നെ നമ്മളുടെ ശ്രദ്ധയുടെ കാര്യം പറയണ്ട. അതുകൊണ്ടാണല്ലേ അമ്മായിമ്മയോട് മരുമോള് പറഞ്ഞു, കത്തി കാണുന്നില്ലല്ലോ. എന്താ ഉടനടി മറുപടി പറഞ്ഞത്? പഴയ അമ്മായിമ്മയാണ്, പുതിയ അമ്മായിമ്മയല്ല. ഒരു 2 റക്അത്ത് നിസ്കരിച്ചു നോക്ക്. അല്ലാഹു അക്ബർ. അല്ലാഹു കിടന്ന് നിസ്കരിച്ചു.
ഞാൻ നേരത്തെ അതുകൊണ്ട് ഇങ്ങനെ ഉള്ളി അരിഞ്ഞിരുന്നല്ലോ. ഫാത്തിഹ ഇങ്ങനെ ഓതുന്നുണ്ട്. ഉള്ളി അരിഞ്ഞത്, റുക്കോയിലേക്ക് എത്തിയപ്പോഴേക്ക് തക്കാളി അരിഞ്ഞത്, എഴുതാല് മുരിങ്ങാക്കോൽ അരിഞ്ഞത്, സാമ്പാർ വെക്കാണ്. അങ്ങനെ ചെന്ന് എല്ലാം ഇങ്ങനെ അരിഞ്ഞപ്പോഴേക്ക് മീൻ വന്നു. തൽക്കാലം സാമ്പാർ വേണ്ട, അടുത്ത റക്കായത്തിൽ കംപ്ലീറ്റ് മീൻ നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ്. നന്നാക്കി അങ്ങനെ നന്നാക്കി എല്ലാം കഴിഞ്ഞ് എല്ലാം വരഞ്ഞ് ഞാൻ ആ കത്തിയുമായിട്ട് ഇങ്ങനെ, അപ്പോഴൊക്കെ അത്തഹിയ്യാത്ത് ഇങ്ങനെ ചെല്ലുന്നുണ്ടേ, ആ കത്തിയുമായിട്ട് ഞാൻ ഇങ്ങനെ ചെന്ന് ഞാനത് അമ്മയുടെ സൈഡിൽ വെച്ചു. മീന്റെ വെള്ളം ഞാൻ തെങ്ങിന്റെ മൂട്ടിൽ ഒഴിച്ചു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, അസ്സലാമു അലൈക്കും. കത്തി കിട്ടി അമ്മയുടെ ചോട്ടിലൂടെ. ഇത്രേ ഉള്ളൂ. ഇതൊന്നും ചെയ്യാതെ തന്നെ അതും കൂടെ ഉണ്ടെങ്കിലോ യാ അല്ലാഹ് പറയും വേണ്ട. ഇതാണ് മുഅ്മിനെ നമ്മുടെ ശ്രദ്ധയകറ്റിക്കളയാ. ഖുർആൻ ഓതുമ്പോ തൊട്ടടുക്കൽ ഈ സാധനം ഉണ്ടെങ്കിൽ ഒരല്പസമയം ഖുർആൻ എത്ര നേരം ഓതാൻ വിചാരിച്ചത് മാറ്റി വെച്ചൂടെ? മുഅ്മിനീങ്ങൾ ചിന്തിക്കുക. ഇതാണ് അവസ്ഥ. എല്ലാ ശ്രദ്ധയെയും മാറ്റിക്കളയുന്നു. ഒന്ന്. രണ്ട്, നമ്മൾ നോക്കുക. അല്ലാഹു പറയുന്നു, മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. ഒരാൾ ഒരു വാക്ക് പറയുമ്പോ അവന്റെ കൂടെ വലതുഭാഗത്ത് റഖീബ് എന്ന മലക്കും ഇടതുഭാഗത്ത് അതീദ് എന്ന മലക്കുണ്ട്. ഒരു പണി എന്താ? ചെയ്യണതും പറയണതൊക്കെ ഇങ്ങനെ എഴുതുക. ഞാൻ പറയട്ടെ, നമ്മളുടെയൊക്കെ മൊബൈൽ ഫോണില് സ്റ്റോപ്പ് വാച്ച് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്. മൊബൈൽ ഫോണിലെ സ്റ്റോപ്പ് വാച്ച്, അത് കണ്ടോലൊന്ന് പതുക്കെ ഒന്ന് അവരുടെ വിരലൊന്ന് കാണിച്ചാട്ടെ. നിങ്ങൾ ശ്രദ്ധിക്കണ്ടോന്ന് നോക്കാനാണ്. വിരല് ഞാൻ കാണുന്ന രീതിയിൽ കാണിക്കേ. ഓ, പഴയനൂരാരും കണ്ടു. അൽഹംദുലില്ലാഹ് കണ്ടോരുണ്ട്. ഇല്ലെങ്കിൽ ഒന്ന് മക്കളൊക്കെ ഒന്ന് വാപ്പാരിക്കൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കണം. സ്റ്റോപ്പ് വാച്ച് അതിങ്ങനെ അതിന്റെ ഓപ്ഷനിൽ ഇങ്ങനെ നോക്കിപ്പോയാൽ കാണും കോൾ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ. സ്റ്റോപ്പ് വാച്ച് അല്ല, കോൾ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ. സ്റ്റോപ്പ് വാച്ച് ഉണ്ട്, ഞാൻ ഉദ്ദേശിച്ചത് കോൾ ഡ്യൂറേഷൻ ആണ്. സാധനം മാറിപ്പോയി. കോൾ ഡ്യൂറേഷൻ. ആ കോൾ ഡ്യൂറേഷൻ ഏതിനാണ് വരിക? അതിന്റെ ടൈമിങ്ങിലാണ് വരിക. കോൾ ഡ്യൂറേഷൻ അതായത് എത്ര സമയം നമ്മൾ വിളിച്ചു. ഞാൻ ഇപ്പൊ അടുത്ത് എന്റെ ഫോണിൽ തന്നെ നോക്കിയിട്ടുണ്ടെങ്കിൽ ചുരുങ്ങിയത് ഒരു 250 മിനിറ്റ്, ഒരു 250 മണിക്കൂർ. ഒന്ന് നോക്കുകൊണ്ട് ഒന്ന് രാത്രി പോയിട്ട് 250 ഹരിക്കണം 24, ഒരു ദിവസം 24 മണിക്കൂറാണല്ലോ എന്ന് പറഞ്ഞാൽ ഈ മൊബൈൽ ഫോണിൽ മാത്രം നമ്മൾ ഇത്ര ദിവസം തുടർച്ചയായി സംസാരിച്ചതുപോലെയാണ് നമ്മുടെ കേൾവിയും നമ്മുടെ മനസ്സും നമ്മുടെ ഹൃദയവും നമ്മുടെ എല്ലാം ഇത്രയധികം ഇതിൽ ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. ഒറ്റയ്ക്കിരുന്നൊന്നും ഇങ്ങനെ ആലോചിച്ച് നോക്കുക. അതിലെത്ര ഹക്ക്, എത്ര ബാത്തില് അല്ലേ? പഴയ കാലത്തൊരു നുണ പറയണമെങ്കിൽ എന്ത് ബുദ്ധിമുട്ടിരുന്നു എന്നറിയോ? നിങ്ങൾക്ക് ആർക്കും അത് പരിചയമില്ലാത്തതുകൊണ്ടാണ് അറിയാത്തത്. എനിക്ക് പരിചയമുള്ളതുകൊണ്ടല്ല. പഴയ കാലത്ത് ഒരു 20 കൊല്ലം മുമ്പ് ഒരാൾ നുണ പറയണമെന്ന് വിചാരിക്കുക. എത്ര ഇടങ്ങേറുണ്ട്. ആ നുണ മറക്കരുത്. എന്നിട്ട് ആ നുണ കൽബിൽ ഇങ്ങനെ സൂക്ഷിച്ച് രാവിലെ ഒരു ചായ ആ നുണ പറയാനായിട്ട് കുടിക്കാൻ വേണ്ടിയിട്ട് മക്കാനിയിൽ പോകണം. ചായ ഇങ്ങനെ അടിക്കുന്നതിൻ്റെ ഇടയിൽ ആ നുണ കൂടെയുള്ള 1 or 2 ആളുകളോട് പറഞ്ഞു. അത് കേട്ടാൽ കേട്ടു, അല്ലെങ്കിൽ കേട്ടില്ല. നുണ പറയണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടാ. ഞാൻ പറയണ്ടല്ലോ, ഇന്നൊരു നുണ പറയണമെങ്കിലോ? ഇന്നിപ്പോ ഞാൻ ഈ വാഴ പറഞ്ഞ നുണ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരാളുണ്ട്. അതൊരു 150 ആളെ കേൾപ്പിക്കണം എന്ന് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് അങ്ങോട്ടോ പോയിട്ട് വാട്സപ്പ് ഒന്ന് ഓണാക്കിയിട്ട് പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ വേണ്ട, ഒരാളോടെ പറയണുള്ളൂ, ഫോണിൽ വെച്ചിട്ട് പറഞ്ഞാൽ മതി. നുണ പറയുക തന്നെ പറയുന്ന നുണ. എല്ലാം പറയണമെന്ന് നുണയെന്നല്ല ഞാൻ പറയണത്. പക്ഷെ അതിലൂടെ കള്ളങ്ങൾ ധാരാളം. കള്ളങ്ങൾ പറഞ്ഞാല് അത് ഗീബത്താകാം, അത് നമീമത്താകാം. ഇന്ന് എല്ലാ കലഹങ്ങളും നടക്കുന്നത്, എല്ലാ ദുർമാർഗങ്ങളിലേക്കും സമുദായം പോകുന്നത് അതിലൂടെയാണെന്നാണ് മനസ്സിലാകുന്നത്. അതുകൊണ്ട് ഞാൻ അതിനൊരു ഫോർമുല പറഞ്ഞു തരട്ടെ. അത് ഉപയോഗപ്പെടുത്തുമ്പോൾ അള്ളാഹുവിനെ പേടിക്കുക, അള്ളാഹുവിനെ ആലോചിക്കുക. ഫേസ്ബുക്ക് ഉപയോഗിക്കുമ്പോ, വാട്സപ്പ് ഉപയോഗിക്കുമ്പോ അള്ളാഹുവിനെ ആലോചിക്കുക. അത് ഈ പറഞ്ഞതുപോലെ നമ്മുടെ സമയം കൊല്ലുന്ന സാധനമാണ്. വാട്സപ്പ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. വാട്സപ്പ് ഗ്രൂപ്പുകൾ ഞാൻ ഒരു ഗ്രൂപ്പിലും ഇല്ലാത്ത ആളാണ്. ഞാൻ SKSFന്റെ സജീവം എന്ന് പറഞ്ഞാൽ പോരാ, അതിന്റെ എല്ലാം എല്ലാമായ എന്റെ സംഘടനയായിട്ട് കൊണ്ടു നടക്കുന്ന ആളാണ്.
എന്നെ ആണെങ്കിൽ ചുരുങ്ങിയത് ഒരു 25 SKSF ഗ്രൂപ്പുകൾ ചേർത്തിട്ടുണ്ടാവും. പക്ഷേ എന്നെ ചേർത്ത ഉടനെ, കാരണം അതിലെങ്ങാനും ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ ടൈം അതായിരിക്കും. ഇതിൽ ഓരോ പോസ്റ്ററുകൾ വരും. SKSF എന്നല്ല, ഏതും അങ്ങനെയാണ്. വ്യക്തിപരമായിട്ടുള്ള ആ ഒരു സന്ദേശം നൽകുക എന്നുള്ളതല്ലാതെ സ്വീകരിക്കാതിരിക്കാൻ നിങ്ങൾ തീരുമാനിച്ചു നോക്കൂ. നമ്മളുടെ ജീവിതത്തിൽ എത്ര സമയമാണ് നമുക്ക് നാഫിയായി കിട്ടുക? സംശയം വേണ്ടതില്. എല്ലാവർക്കും ഒരു ന്യായം. എന്താ ന്യായം? അതുകൊണ്ട് അത് ചെയ്യാം, ഇത് ചെയ്യാം, ഇസ്ലാം ദഅവത്ത് ചെയ്യാം. ദഅവത്തൊക്കെ അവിടെ നടക്കട്ടെ. പക്ഷേ ആ ദഅവത്തിനിടയിൽ എന്റെയും നിങ്ങളുടെയും സമയം അതിലൂടെ നമ്മൾ നഷ്ടപ്പെടുത്താൻ പാടില്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, മനുഷ്യ, നിന്നോട് അല്ലാഹു തആല നിന്റെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങളെ കുറിച്ചും ചോദിക്കും. കേൾവിയെ കുറിച്ച് ചോദിക്കും, കാഴ്ചയെ കുറിച്ച് ചോദിക്കും. ഇനി മറ്റൊരു കാര്യമാണ്, അത് അനവസരത്തിൽ ഉപയോഗപ്പെടുത്തുക എന്നുള്ളത്. പ്രത്യേകിച്ച് ഈ മരിച്ച വീട്ടിലൊക്കെ യാസീൻ ഓതേണ്ടതിന് പകരം എനിക്ക് വളരെ മോശമായിട്ട് തോന്നിയെന്നാണ് നമ്മൾ അതിലൂടെ ഖുർആൻ ഓതുക. മൊബൈലിൽ പോകുന്നപ്പോ ഖുർആനും ഇതൊക്കെ മൊബൈലിൽ ഉണ്ടാവും, എന്നാലും നമ്മൾ അതിങ്ങനെ ഖുർആൻ ഓതുക. ഖുർആൻ അതിന്റെ ആ സ്ക്രീനിൽ വെച്ചിരിക്കുന്ന അവസ്ഥയിൽ അതിന് ഖുർആന്റെ ഹുക്മാണെന്നാണ് ആധുനിക ഉലമാ പറയുന്നത്. എങ്ങനെ? ഖുർആൻ അതിലുണ്ട്, ആ ഖുർആൻ അതിൽ കാണുന്നില്ല. ഖുർആൻ അതിന്റെ ഉള്ളിൽ നമ്മൾ നോക്കുമ്പോൾ അതിൽ കാണുന്നില്ല എങ്കിൽ അത് കുഴപ്പമില്ല. അതുമായിട്ട് ബാത്റൂം പോവാം. നമ്മൾ ആ ഖുർആൻ ഓണാക്കി, ഖുർആനാണ് അതിന്റെ സ്ക്രീനിലുള്ളത്, അല്ലെങ്കിൽ സ്ക്രീൻ സേവർ ആയിട്ടുള്ളത്, അതിലെ ഖുർആൻ ഓതാൻ വേണ്ടി എടുത്തതാണ്. അത് തൊടണമെങ്കിൽ ഒന്നു വേണം. ഒന്നും ചെയ്യാതെ നമ്മൾ നോക്കാൻ പാടില്ല, തൊടാൻ പാടില്ല എന്നാണ് ആധുനിക ഉലമാ പറയുന്നത്. നമ്മൾ ശ്രദ്ധിക്കാറുണ്ടോ? വളരെ ഗൗരവത്തോടെ നമ്മൾ ആലോചിക്കുക. ഇതൊക്കെ നന്മക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തിയാൽ അൽഹംദുലില്ലാ. ഇനിയിപ്പോ അതിലൂടെ ഉണ്ടാകുന്ന ദുരന്തങ്ങളെ കുറിച്ചും കഷ്ടപ്പാടുകളെ കുറിച്ചും അതിലൂടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ കുറിച്ചും ഒന്നും ഞാൻ ഈ സന്ദർഭത്തിൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു കാര്യം മാത്രമേ പറയുന്നുള്ളൂ, നമ്മളൊക്കെ സമ്പൂർണ്ണ മുഅ്മിനീങ്ങളായിട്ട് ജീവിക്കാൻ ശ്രമിക്കുക. അല്ലേ? ഈ വാട്സപ്പിന്റെയും ഫേസ്ബുക്കിന്റെയും ഒക്കെ ലോകത്ത് നമുക്ക് ഒരുപാട് സൗഹൃദങ്ങൾ അതിലുണ്ട്. വാട്സപ്പിലുണ്ട് സൗഹൃദങ്ങള്, ഫ്രണ്ട്സ് ഉണ്ട്, ഫേസ്ബുക്കിലുണ്ട്. അത് നമ്മുടെ ദീനിനെ തെറ്റിക്കുന്നവരാവാൻ പാടില്ല, മനസ്സിൽ സംശയങ്ങൾ ഉണ്ടാക്കുന്നവരാകാൻ പാടില്ല. അവിടെയാവരുത് നമ്മുടെ ദീൻ പഠിക്കൽ, അതിലൂടെയാവരുത് നമ്മുടെ ദീനിന്റെ അന്വേഷണം. അതിന് പള്ളികളിൽ ഉസ്താദുമാരുണ്ട്, നമുക്ക് പരിചയമുള്ള ആലിമീങ്ങളുണ്ട്. അവരിൽ നിന്ന് ദീൻ പഠിക്കാതെ ഇന്റർനെറ്റിലൂടെയും വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഓരോ സൂക്ഷ്മമായ കാര്യങ്ങളുടെയും അന്വേഷണം നടത്തി അങ്ങനെ നമ്മൾ ദീൻ പഠിക്കാൻ ശ്രമിച്ചാൽ പിഴവും നഷ്ടവും മാത്രമായിരിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ലക്ഷ്യം ഒന്ന് മാത്രമാകണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ്. അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹനെ സൂക്ഷിക്കണം. എന്നിട്ട് അല്ലാഹ് പറയാണ്, വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ്. നാളേക്ക് വേണ്ടി എന്ത് ചെയ്തുവെന്ന് ഓരോരുത്തരും നോക്കട്ടെ. ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ, തങ്ങൾ ഇവിടെ പറഞ്ഞുവല്ലോ, പാവപ്പെട്ട ആ പെൺകുട്ടി മരിച്ചുപോയത്, 24 വയസ്സുള്ള ആ പെൺകുട്ടി ലോകത്തോട് വിട പറഞ്ഞു പോയത്, പറക്കമുറ്റാത്ത 4 കുഞ്ഞുങ്ങളെ ഉമ്മയില്ലാത്തവരാക്കി. അല്ലാഹു ആ സഹോദരിക്ക് പുറത്തു കൊടുക്കുമാറാകട്ടെ. ഇവിടെയുള്ള അബ്ദുറഹ്മാൻ അൻവരി മരിച്ചുപോയി. ചെറുപ്പക്കാരനായിരുന്നു, എപ്പോഴും പുഞ്ചിരിയോടുകൂടെ നടക്കുന്ന ആളായിരുന്നുവെന്ന് ബഹുമാനപ്പെട്ട തങ്ങൾ എന്നോട് പറഞ്ഞു. മുഅ്മിനീങ്ങളെ, അങ്ങനെ ഒരവസ്ഥ എങ്ങനെയാണ് നമ്മൾ മറന്നു പോവുക? ഈ വാള് അതിനു വേണ്ടിയുള്ളതാണ്. നാളേക്ക് വേണ്ടി നമ്മൾ ജീവിക്കണം, ദീനിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാകണം, ഈ സംഘടനയെ ശക്തിപ്പെടുത്തുന്നവരാകണം, സമസ്തയുടെ പ്രവർത്തകന്മാരാകണം. ഇത് ദീനിന് വേണ്ടിയുള്ള സംഘടനയാണ്. ഇത് അല്ലാഹ്
അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയുള്ള പ്രസ്ഥാനമാണ്. ഈ പ്രസ്ഥാനം ഈ നാട്ടിൽ നിങ്ങൾ വളർത്തിക്കഴിഞ്ഞാൽ, ഇതിന്റെ പ്രവർത്തനങ്ങൾ നിങ്ങൾ സജീവമാക്കിയാൽ ഇൻഷാ അല്ലാഹ് എത്രയോ ഗുണഫലങ്ങൾ അതുകൊണ്ടുണ്ടാകുമെന്ന് മാത്രമല്ല, ഉന്നതമായ ഒരു പാരമ്പര്യത്തിലേക്ക് ഈ നാട്ടിലെ പുതിയ തലമുറ കണ്ണി ചേർക്കപ്പെട്ടവരായി മാറും. ഒരു സംശയവും ആ കാര്യത്തിലില്ല. അവർ പിഴവിന്റെ വഴിയിലൂടെ പോവില്ല, അവർ അരാജകത്വത്തിലേക്ക് നടക്കുകയില്ല, അവർ തെമ്മാടിത്തത്തിന്റെ വഴി സ്വീകരിക്കുകയില്ല. സമസ്തയുടെയും അതിന്റെ പോഷക ഘടകങ്ങളുടെയും പ്രവർത്തകന്മാരായാൽ ഇൻഷാ അല്ലാഹ് മഹല്ല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമസ്തയുടെ പ്രവർത്തനങ്ങൾ നിങ്ങൾ ശക്തിപ്പെടുത്തണം. SKSSFന്റെ പ്രവർത്തനങ്ങൾ നിങ്ങൾ ശക്തിപ്പെടുത്തണം. എന്തേ പടച്ചോനെ, ഞാൻ നാളേക്ക് എന്താ ചെയ്തത്? നാളേക്കുള്ള ഭക്ഷണം റെഡിയാണ്, നാളേക്കുള്ള താമസ സൗകര്യം റെഡിയാണ്, നാളേക്കുള്ള വസ്ത്രങ്ങളും റെഡിയാണ്, എല്ലാം തയ്യാറാണ്. തമ്പുരാനേ, ആ നാളെ നിന്റെ അടുക്കലാണ് എങ്കിൽ എന്താണ് എന്റെ അടുക്കലുള്ളത്? അല്ലേ നമ്മൾ ചിന്തിക്കുക. ഒരുങ്ങിയിട്ടുണ്ടോ? ഒരുങ്ങുക, നാളേക്ക് വേണ്ടി ഒരുങ്ങുക, നന്നാവാൻ തീരുമാനിക്കുക, ഹറാമിനെ കൈയൊഴിക്കുക. ഞാനിനി ഹറാമായ കളികൾ കാണില്ല. നേരത്തെ ഞാൻ പറഞ്ഞ ആ ആയത്ത് അവസാനിപ്പിച്ചുകൊണ്ട് ഞാനിത് പറയാം. ഇന്നമൽ ഹയാത്തുദ് ദുനിയ ലഇബുൻ വലഹുൻ വസീനത്തുൻ. ഐഹിക ലോകം എന്ന് പറയുന്നത് ഭംഗിയാക്കലാണ്. വതഫാഖുറും ബൈനകും, നിങ്ങൾക്കിടയിലുള്ള പെരുമ നടിക്കലാണ്. വതകാസുറും ഫിൽ അംവാലി വൽ ഔലാദ്. പ്രായമേറിയ ആളുകളുടെ സ്വഭാവം എങ്ങനെയാണ്? അവർ അവരുടെ മക്കളെ കുറിച്ചും അവരുടെ സമ്പത്തുകളെ കുറിച്ചും പെരുമ കാണിക്കുന്നവരുമാണ്. ഇതാണ് ദുനിയാവ് എന്ന് പറഞ്ഞാൽ. അതിന്റെ പിന്നാലെ പോകണ്ട. വഅലമൂ അന്നമൽ അല്ലാഹു തആല പറയുന്നു, ഇന്നമൽ ഹയാ വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. വഞ്ചനയുടെ വിഭവങ്ങൾ മാത്രമാണ് ഐഹിക ലോകത്തെ ജീവിതം. ഓരോരുത്തരും ചിന്തിക്കട്ടെ, നാളേക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന്. നാളെ ആയിക്കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക ആലോചിക്കട്ടെ. അല്ലേ? തട്ടിയെടുക്കുകയാണ് നമ്മൾ ഓരോരുത്തരെയും മരണം. ഇന്ന് നമ്മളുടെ കയ്യിലുണ്ടായിരുന്നവര് തോളിൽ കൈയിട്ടവര് നോക്കുമ്പോ നാളെ കാണുന്നില്ല. വിനീതനായ ഞാൻ ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ നമ്മുടെ ഈ തൃശൂർ ജില്ലയിലെ ചാമക്കാല എന്ന് പറയുന്ന സ്ഥലത്തുള്ള നെഹ്ജുർ റഷാദ് ഇസ്ലാമിക് കോളേജിൽ ഉസ്താദായി സേവനം ചെയ്യുന്നയാളാണ്. 10 കൊല്ലമായി ഞാനവിടെ ഉസ്താദാണ്. 300 കുട്ടികൾ ഇന്നവിടെ പഠിക്കുന്നുണ്ട്. ഈ പ്രദേശത്തെയും 1-2 കുട്ടികൾ അവിടെ ഉള്ളതായിട്ട് എനിക്കറിയാം. എന്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാര്, അവരുടെ കൂട്ടത്തില് ഞങ്ങൾ അവർക്കൊരു കർശനമായ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. കോളേജിന്റെ തൊട്ടു പിന്നിലാണ് വിശാലമായ കടപ്പുറം. നേരത്തെ പറഞ്ഞതുപോലെ വൈകുന്നേരം കളിക്കാൻ വേണ്ടിയിട്ട് അവര് ബീച്ചിലേക്ക് പോകും. അവിടെ അവർ ഫുട്ബോൾ കളിക്കും, ക്രിക്കറ്റ് കളിക്കും, ഓടിക്കളിക്കും, ചാടിക്കളിക്കും. മഗ്‌രിബിന്റെ കൃത്യം അരമണിക്കൂർ മുമ്പ് അവർ കോളേജിലേക്ക് തിരിച്ചു വരും. സന്തോഷത്തോടെ അവർ മഗ്‌രിബ് നിസ്കരിക്കാൻ വരും, കുളിയൊക്കെ കഴിഞ്ഞിട്ട്. അങ്ങനെ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് കുട്ടികൾ ഇങ്ങനെ വരിവരിയായിട്ട് ഇങ്ങനെ വരികയാണ്. വൈകുന്നേര സമയം കോളേജിലേക്ക് അവരിങ്ങനെ വരുമ്പോ എന്റെ പ്രിയപ്പെട്ട ശിഷ്യനുണ്ട് കൂട്ടത്തില്. അവിടുത്തെ 4ാം വർഷം പഠിക്കുന്ന നാസർ എന്ന കുട്ടി. അവന്റെ നാട് മൂവാറ്റുപുഴയിലാണ്, പിഴക്കാപ്പള്ളിയിലാണ്. അവനിങ്ങനെ ആളൊരു കുസൃതിയാണ്. ക്ലാസ്സിലെ 1ാം റാങ്കാണ്. ഉസ്താദുമാർക്കൊക്കെ വലിയ ഇഷ്ടമാണ്. വൈകുന്നേരവും ഉച്ച സമയത്തുമൊക്കെ ഞങ്ങൾക്ക് ചായയും വെള്ളവും ഒക്കെ കൊണ്ടുവന്നിരുന്നത് അവനാണ്. നല്ല കുട്ടിയാണ്, പഠിക്കുന്ന കുട്ടിയാണ്. അങ്ങനെ ഇവനിങ്ങനെ കുട്ടികളെ തോണ്ടിയും ഉന്തിയുമൊക്കെ അവൻ ഇങ്ങനെ ഏകദേശം വരിയുടെ മുമ്പിലെത്തിയിട്ട് കുട്ടികൾ ഇങ്ങനെ കോളേജിലേക്ക് കടക്കുന്ന ഒരു ഗേറ്റ് ഉണ്ട്. ആ ഗേറ്റിന്റെ മുമ്പിലെത്തിയപ്പോ അവൻ മുഖം കുത്തി അങ്ങ് വീണുപോയി. എന്തു പറ്റിയതാന്നറിയില്ല. ഞങ്ങൾ അവനെ താങ്ങി പിടിച്ചു, കോളേജിന്റെ ഉള്ളിലുള്ള ഓഫീസിൽ കൊണ്ടുവന്ന് കിടത്തി. അവൻ ഇങ്ങനെ ശ്വാസം വലിച്ചു വിടുന്നുണ്ട്. അവന് സംസം വെള്ളം കൊടുത്തു, അതുകൂടെ അവന് വെള്ളം കൊടുത്തു. എന്തോ അസ്വസ്ഥത തോന്നിയതുകൊണ്ട് ഞങ്ങൾ അവനെ മടിയിൽ വെച്ച് കോളേജിൽ നിന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി.
കൊണ്ടുപോയി. ഹോസ്പിറ്റലിലെത്തി, BP പരിശോധിച്ചു, അവന്റെ പൾസ് നോക്കി. ഡോക്ടർ ചോദിച്ചു, ആരാണ് ഇവന്റെ കൂടെ വന്നവർ? ഞങ്ങൾ പറഞ്ഞു, ഞങ്ങളാണ്. ഞങ്ങളെ വിളിച്ചു, എന്താ രോഗമെന്ന് ചോദിച്ചു. അയാള് പറഞ്ഞു, ഈ കുട്ടിക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടായിരുന്നോ? ഇല്ലല്ലോ, ഒരസുഖമില്ലല്ലോ. എന്നാൽ 10 മിനിറ്റ് മുമ്പ് ഈ കുട്ടി ലോകത്തോട് വിട പറഞ്ഞിരിക്കുന്നു, ഈ കുട്ടി മരിച്ചിരിക്കുന്നു. ഞങ്ങളാകെ ഞെട്ടിപ്പോയി. എന്താണ് ഈ കേൾക്കുന്നത്? അതിന്റെ മുമ്പ് നടന്ന കളിയിൽ അവനൊരു ഗോളടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള നാസർ മരിക്കുകയോ? അവന്റെ ഉമ്മക്കും ബാപ്പക്കും ആകെ ഒരൊറ്റ മോനേ ഉള്ളൂ. അവൻ മരിച്ചതിനേക്കാൾ ഞങ്ങൾ വിഷമിച്ചത് ഇവന്റെ വാപ്പയെ വിളിച്ചിട്ട്, ഈ ഒറ്റ മോനുള്ള വാപ്പയെ വിളിച്ചിട്ട്, എങ്ങനെയാണ് നിങ്ങളുടെ മകൻ മരിച്ച വിവരം അദ്ദേഹത്തോട് പറയുക? അങ്ങനെ അയാളെ വിളിച്ചു, നിങ്ങളൊന്ന് ഇങ്ങോട്ട് വരണം. അയാൾ ചോദിച്ചു, എന്താ കാര്യം? നാസറിന് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. അയാള് വന്നു. അയാളെ ഞങ്ങൾ ഇങ്ങനെ ഹോസ്പിറ്റലിന്റെ ഒരു മൂലയിലേക്ക് കൊണ്ടുപോയി. ഞങ്ങൾ ഇങ്ങനെ നിന്നു. എന്ത് പറയണം? ഞങ്ങളെ ഏൽപ്പിച്ചു പോയതല്ലേ. ഞങ്ങൾ അയാളോട് പറഞ്ഞു, നിങ്ങൾ ക്ഷമിക്കണം. ഉസ്താദേ, കാര്യം പറ. അള്ളാഹു ക്ഷമിക്കുന്നവരോട് കൂടെയാണ്. ഉസ്താദേ, നിങ്ങൾ പറയെന്തേ വിഷയം? നമ്മുടെ പൊന്നുമോൻ നാസർ ഇന്ന സമയത്ത് അള്ളാഹുവിന്റെ വിളിക്കുത്തരം നൽകി അവൻ നമ്മോട് യാത്ര പറഞ്ഞിരിക്കുന്നു, അവൻ മരിച്ചു പോയിരിക്കുന്നു. ഇയാളിപ്പോ ഞങ്ങളെ ചീത്ത പറയും. എന്താ പറ്റിയത്? ആരെങ്കിലും ഉന്തിയതാണോ? അവൻ അസുഖമൊന്നുമില്ലല്ലോ. ഇയാളൊന്നും പറഞ്ഞില്ല. പതുക്കെ കണ്ണുകളടച്ചു. എന്നിട്ട് അയാള് പറഞ്ഞു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എന്റെ മോൻ എന്തെങ്കിലും പറഞ്ഞോ? എന്നെ കാണണമെന്ന് പറഞ്ഞോ? അവന്റെ ഉമ്മയെ ചോദിച്ചോ? അതിനൊന്നും അവസരം ഉണ്ടായില്ലല്ലോ. അവനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. എന്നാൽ എനിക്ക് എന്റെ മോനെ ഒന്ന് കാണണമല്ലോ. മോനെ കിടത്തിയിരിക്കുന്ന റൂമിലേക്ക് ഞങ്ങൾ കൊണ്ടുപോയി. മോന്റെ വിരിമാറ്റിയിട്ട് മോനോട് സലാം പറഞ്ഞ് അവന്റെ നെറ്റിത്തടത്തിലൊരു ചുംബനമർപ്പിച്ച് ആ വാപ്പ ഞങ്ങളോട് ചോദിച്ചു, എന്നാൽ ഞാൻ കൊണ്ടുപോയിക്കോട്ടെ? അവിടെയുള്ള ആളുകളാണെങ്കിലോ പോസ്റ്റ്മോർട്ടം ചെയ്യണോ എന്ന് പറഞ്ഞ് ബഹളുണ്ടാക്കാൻ. എന്താ പ്രശ്നം എന്നറിയണമല്ലോ. വാപ്പ ചോദിക്കുന്നു, എന്തിന് പോസ്റ്റ്മോർട്ടം? അവൻ ഇൽമു പഠിക്കായിരുന്നില്ലേ? എനിക്കൊരു പരാതിയില്ല. അവൻ സ്വർഗത്തിലാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഏതാനും സമയം മുമ്പ് ഞങ്ങളെ കൂടെ കളിച്ചിരുന്ന ആ കുഞ്ഞുമായി ഞങ്ങൾ പോയി. അവന്റെ വീട്ടിലേക്ക് പോയി. അവനെ കഫൻ ചെയ്ത് കുളിപ്പിച്ച് ദുആ ചെയ്ത് ഖബറിലേക്ക് ഇറക്കി വെക്കുമ്പോ അവന്റെ കൂടെ പഠിക്കുന്ന മക്കളൊക്കെ പൊട്ടിക്കരയുന്നുണ്ട്. 3 പിടി മണ്ണ് വാരി ആ ഖബറിലേക്ക് എറിഞ്ഞ് മീസാൻ കല്ലുകൾ വെച്ചിട്ട് വാപ്പ പറഞ്ഞു, തൽഖീൻ ഞാൻ ചൊല്ലിക്കൊടുത്തോളാം. ഞങ്ങൾ പറഞ്ഞു, വേണ്ട, ഞങ്ങൾ ചൊല്ലിക്കൊടുത്തോളാം. വാപ്പ ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യന്, ഒരു മോന് എങ്ങനെയാണോ ചൊല്ലിക്കൊടുക്കുന്നത്, അതുപോലെ ഞങ്ങൾക്ക് അനുഭവപ്പെട്ടു. പൊന്നുമോനെ, ഞങ്ങൾ ഇവിടെ നിന്ന് പോയാൽ എന്റെ അടുക്കലേക്ക് 2 മലക്കുകൾ വരുമെടാ. അവർ നിന്നെ എഴുന്നേൽപ്പിച്ചിരുത്തുമെടാ. നിന്നോടവർ ചോദിക്കും, നിന്റെ റബ്ബാരാണ്? നിന്റെ നബി ഏതാണ്? നിന്റെ ഇമാം ഏതാണ്? മോനെ, നീ നല്ല നാവോടെ, നല്ല വചനത്തോടെ നീ പറയണം, അല്ലാഹു റബ്ബി വ മുഹമ്മദുൻ നബി വൽ ഖുർആനു ഇമാമി. അത് കണ്ടു നിന്നവരുടെ കണ്ണുകൾ നിറഞ്ഞുപോയി. ഇത്രയേ ഉള്ളൂ. അതിന് പ്രായമില്ല, അതിന് സമയമില്ല. ഒരാളെയും അത് വകവെക്കില്ല. സമയമായാൽ പിന്നെ ഒരു നിമിഷം പോലും അവിടെ പിന്തിപ്പിക്കപ്പെടുകയുമില്ല. ഈ ഒരു ഓർമ്മയിലൂടെ എന്റെ പ്രിയപ്പെട്ട വിശ്വാസികളെ, നമ്മളൊക്കെ അള്ളാഹുവിലേക്ക് അടുത്ത് ജീവിക്കുക, നല്ല സമൂഹമായിട്ട് നമ്മൾ മാറുക. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. എല്ലാവരും ഒന്ന് കൈയർത്തി പിടിക്കൂ. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹുവേ, ഞങ്ങളെ നീ സ്വീകരിക്കണേ റഹ്മാനെ. നീ ഞങ്ങളിൽ ബറക്കത്ത് നൽകണേ അല്ലാ, തഖ്വ നൽകണേ അല്ലാ. ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാ. ഈ മജ്ലിസിൽ വെച്ച്, ഈ സദസ്സിൽ നിന്ന്, ഈ സംരംഭത്തിലേക്ക്, ഈ മജ്ലിസുന്നൂറിലേക്ക് ആരൊക്കെയാണോ റബ്ബേ സ്വതക്ക വാഗ്ദാനം ചെയ്യുന്നത്, അവരുടെ ഖൽബിന്റെ ഉള്ളിലുള്ള നിയ്യത്ത് എന്താണെങ്കിലും നീ അത് നിറവേറ്റണേ റഹ്മാനെ. ഉറക്കാമീൻ പറയൂ, നീ നിറവേറ്റണേ അല്ലാ. ആ സ്വതക്ക പറയുമ്പോ, അതിനു വേണ്ടി എഴുന്നേറ്റ് നിൽക്കുമ്പോ അവരുടെ മനസ്സിന്റെ ഉള്ളിൽ എന്തു
ഉദ്ദേശമാണെങ്കിലും ഈ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് ആ മുറാദ് നീ ഹാസിലാക്കണേ അല്ലാ. ഹജ്ജ് ചെയ്യാൻ ആഗ്രഹിച്ച് സദഖ ചെയ്യുന്നവർക്ക് നീ അതിന് തൗഫീഖ് നൽകണേ അല്ലാ. രോഗം ശിഫയാൻ ആഗ്രഹിക്കുന്നവർക്ക് നീ അത് കൊടുക്കണേ അല്ലാ. മരണപ്പെട്ടു പോയവരുടെ പേരിൽ തരുന്നവർക്ക് നീ അത് കൊടുക്കണേ അല്ലാ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് കഴിയുന്നവരൊക്കെ അതിന് തയ്യാറാകണം. ആദ്യത്തെ 1 2 3 4 5 6 ആളുകൾക്ക് ആദ്യത്തെ 6 ആളുകൾക്ക് ഇൻഷാ അല്ലാഹ് 6 ആളുകൾക്ക് ഇവിടുന്ന് ഒരു സമ്മാനം കൊടുക്കാം. നിങ്ങൾ ആരൊക്കെയാണത് ഏറ്റുവാങ്ങാന്നാണ് അറിയേണ്ടത്. 3313 രൂപ ഇതിലേക്ക് തരാൻ തയ്യാറുള്ള ആദ്യത്തെ ആളാരാണ്? നല്ല ഒരു നിയ്യത്തോടെ ഒന്ന് എഴുന്നേറ്റ് നിൽക്കൂ. അള്ളാഹു ഈ തേനിന് അള്ളാഹു നേരത്തെ തന്നെ ശിഫ നിശ്ചയിച്ചിട്ടുണ്ട്. ഇവിടെ നിന്നത് കൊണ്ടുപോയാൽ ഉറപ്പായിട്ടും ഇൻഷാ അല്ലാഹ് വീട്ടിൽ സൂക്ഷിച്ചാൽ, നമ്മൾ മക്കൾക്ക് കൊടുത്താൽ, രോഗികൾക്ക് കൊടുത്താൽ അള്ളാഹു അതിന് പ്രതിഫലം തരും ഇൻഷാ അല്ലാഹ്. ആരാണെന്ന് ആദ്യമായിട്ട് 3313 ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ ആരെങ്കിലും തയ്യാറുണ്ടോ? ഒരാള് ഒന്ന് എഴുന്നേറ്റ് നിൽക്കും. അൽഹംദുലില്ലാഹ്. ഈ പാവം നമ്മുടെ ഷെരീഫ് മാത്രമേ വളണ്ടിയർ ഉള്ളൂ. എവിടെ കുട്ടികളോട് വരട്ടെ. ഇത് എന്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് അവിടെ എത്തിക്കുക എന്നുള്ളൊരു കടമകൾ നിർവഹിക്കണമല്ലോ. നിങ്ങൾ പിന്നെ പോയി നിന്നാ പോരാ. അങ്ങോട്ട് വരി 2-3 ആളുകൾ കൈമാറി അങ്ങനെ പോയാൽ മതി. ബിസ്മില്ലാ. എല്ലാരും ഒന്ന് എഴുന്നേറ്റ് നിന്നേ. കണ്ടോ എല്ലാരും. യാ നബി സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക്കും, യാ ഹബീബ് സലാം അലൈക്കും, സലവാത്തുല്ലാഹ് അലൈക്കും. ഒന്ന് കൈയുയർത്തി പിടിക്കൂ. അല്ലാഹുവേ ആ സദഖ നീ സ്വീകരിക്കണേ റഹ്മാനേ. ആ ഉദ്ദേശങ്ങൾ നീ നിറവേറ്റണേ അല്ലാ. കുടുംബത്തിൽ നീ ബറക്കത്ത് ചെയ്യണേ റബ്ബേ. ആ ചെറുപ്പക്കാരന്റെ മക്കളിൽ നീ ബറക്കത്ത് ചെയ്യണേ അല്ലാ. ആ ചെറുപ്പക്കാരന്റെ മരണപ്പെട്ടു പോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ ഖബറിലേക്ക് ഈ സദഖ നീ എത്തിക്കണേ തമ്പുരാനെ. ഉറക്കാമീൻ പറയൂ. നിങ്ങളുടെ ആമീന് വേണ്ടിയിട്ടാണ് അയാൾ തന്നിരിക്കുന്നത് തമ്പുരാനെ. ആ ചെറുപ്പക്കാരന് ഹജ്ജ് ചെയ്യാനുള്ള അവസരം കൊടുക്കണേ അല്ലാ. ആമീൻ പറയൂ. നീ കൊടുക്കണേ അല്ലാ. മജ്ലിസുന്നൂറിന്റെ ബറക്കത്ത് കൊണ്ട് ഇതിൽ നിന്ന് സദഖ കൊണ്ടുപോകുന്നവർക്ക്, ഈ സാധനം കൊണ്ടുപോകുന്നവർക്ക് ഹജ്ജിനുള്ള തൗഫീഖ് നീ കൊടുക്കണേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് രണ്ടാമത്തെ ആളൊന്ന് എഴുന്നേറ്റ് നിൽക്കും. 3000. അൽഹംദുലില്ലാഹ്. രണ്ടാമത്തെ ആളുമായി ഉറക്ക സ്വലാത്ത്. ഹുസൈനാർ വൈദ്യരാണ്. മൂപ്പർക്കറിയാം തേന്റെ മഹത്വമൊക്കെ ഏതായാലും അറിയുന്ന ആളാണ്. അല്ലാഹുവേ അല്ലാഹുവേ, ഇത് ഈ മജ്ലിസിന്റെ ദുആ ആഗ്രഹിച്ചിട്ടാ തരുന്നത് അല്ലേ? അല്ലേ? മജ്ലിസിന്റെ ദുആ ആഗ്രഹിച്ചിട്ടാ. എല്ലാവരും ഒരു സ്വലാത്ത് ചൊല്ലൂ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ, എത്രയോ ആളുകൾക്ക് ചികിത്സ പറഞ്ഞു കൊടുത്ത കുടുംബമാണ് തമ്പുരാനേ. ആ സദഖയുടെ ബറക്കത്ത് കൊണ്ട് എല്ലാ രോഗങ്ങൾക്കും നീ ശമനം നൽകണേ അല്ലാ. ആ കുടുംബത്തിന്റെ വൈദ്യ പാരമ്പര്യത്തിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാ. ഹജ്ജിന് പോകാനുള്ള തൗഫീഖ് കുടുംബസമേതം നീ കൊടുക്കണേ അല്ലാ തമ്പുരാനേ. റബ്ബേ, മരണപ്പെട്ടു പോയ ആരുടെയെങ്കിലും പേരിലാണെങ്കിൽ അവരുടെ ഖബർ നീ വിശാലമാക്കണേ അല്ലാ. നല്ല നിയ്യത്തോടെ ഇൻഷാ അല്ലാഹ്. മൂന്നാമത്തെ ആളാരാ എഴുന്നേറ്റ് നിൽക്കുന്നത്? 3313. മൂന്നാമത്തെ ആളാരാ? വേഗം ഇൻഷാ അല്ലാഹ്. ആരാണ് മൂന്നാമത്തെ ആൾ? ആരാളുള്ളത്? വേഗം ഒന്ന് എഴുന്നേറ്റ് നിൽക്കൂ. ഇൻഷാ അല്ലാഹ്. കഴിഞ്ഞോ? ഉണ്ടാവുമല്ലോ. നല്ല അൽഹംദുലില്ലാഹ്. പടച്ചോനെ, എന്തൊരാവേശത്തോടെയാണ്, എന്തൊരാവേശത്തോടെയാണ്. എല്ലാരും ആമീൻ പറയും. എല്ലാരും ആമീൻ പറയും. നമ്മൾ ആവേശത്തിന് പകരം കൊടുക്കണം. അല്ലാഹുവേ അല്ലാഹുവേ, ആ ചെറുപ്പക്കാരന്റെ ജോലിയിൽ നീ ഖൈർ നൽകണേ റഹ്മാനെ. നിങ്ങളൊക്കെ കൈയുയർത്തി പിടിച്ച് ആമീൻ പറയാ. ആ ജോലിയിൽ നീ ഖൈർ നൽകണേ അല്ലാ. ഈ സദസ്സിന്റെ ഉള്ളിൽ നിന്ന് എഴുന്നേറ്റ് നിൽക്കാൻ തൗഫീഖ് നൽകിയ ആ ചെറുപ്പക്കാരന്റെ കുടുംബത്തിൽ നീ ബറക്കത്ത് ചെയ്യണേ അല്ലാ. ഭാര്യ സന്താനങ്ങളിൽ ബറക്കത്ത് നൽകണേ അല്ലാ. ഖൈർ ഏറ്റിക്കൊടുക്കണേ തമ്പുരാനെ. മുറാദ് ഹാസിലാക്കി കൊടുക്കണേ അല്ലാ. ഇത് തേനം തന്നെയാണോ?
തേനല്ലല്ലോ, ഇത് നെയ്യാണ്. ഇൻഷാ അല്ലാഹ് 3313 നാലാമത്തെ ആളാരാ? ഇതൊരു സമ്മാനം തരികയാണ്, സ്വതക്ക ചെയ്യുന്നവർക്കുള്ളൊരു സമ്മാനം. ആരാളത്? നാലാമത്തെ ആൾ. വേഗം എഴുന്നേറ്റ് നിൽക്കൂ. നാലാമതും അതുപോലെ ആവേശത്തില് ഇൻഷാ അല്ലാഹ് ആരെങ്കിലും ഉണ്ടെങ്കിൽ വേണിട്ട് നിൽക്കി. ഇൻഷാ അല്ലാഹ്. അല്ലാഹുവേ അല്ലാഹുവേ നീ തൗഫീഖ് കൊടുക്ക റഹ്മാനെ. ആരുള്ളത് നാലാമത്തെ ആള്? ഇല്ലേ? ഉണ്ടാവുമല്ലോ. ഉണ്ടെങ്കിൽ വേണിട്ട് നിൽക്കിയ അല്ലാഹ്. അല്ലാഹുവേ ആരാണ് ആ നാലാമത്തെ ആൾ? ഉണ്ടോ? സഹോദരിമാരെ, നിങ്ങൾ ആരെങ്കിലും ഉണ്ടോ? ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റിയവര്? 3313 ആരെങ്കിലും ഉണ്ടെങ്കിൽ വേണിട്ട് നിൽക്കി. അവിടെ എഴുന്നേറ്റ് നിൽക്കുന്നുണ്ടോ എന്നൊരു സംശയം ഉണ്ടോ? ഇൻഷാ അല്ലാഹ് ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കൂ. 3313 ഉണ്ടോ? ഇനി വെറുതെ ഇപ്പോ മൂരി വലിയാൻ വേണ്ടിയിട്ട് ആരും ഇപ്പൊ കൈവെക്കണ്ട. ഞാൻ സ്വലാത്ത് ഇല്ല, പിന്നെ അവരും കുടുങ്ങും. ഇൻഷാ അല്ലാഹ് ആരെങ്കിലും ഉണ്ടെങ്കിൽ വേം പറ. ഇൻഷാ അല്ലാഹ് ആരെങ്കിലും ഉണ്ടോ? ഇല്ലേ? ആരുമില്ല. സ്ത്രീകളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടോ? ഇൻഷാ അല്ലാഹ് എന്നാല് നമ്മൾക്ക് അവസാനിപ്പിക്കാം. അല്ലാഹു ബറക്കത്ത് നൽകട്ടെ. റബ്ബേ, ഇബ്രാഹിം അൻവരിയുടെ എല്ലാ കാര്യങ്ങളിലും നീ ഖൈർ നൽകണേ തമ്പുരാനെ. കുടുംബത്തിൽ ബറക്കത്ത് നൽകണേ അല്ലാഹ്. സംരംഭങ്ങളിൽ ഖൈർ നൽകണേ റഹ്മാനെ. ആരോഗ്യവും ആഫിയത്തും നീ ഏറ്റിക്കൊടുക്കണേ അല്ലാഹ്. പ്രവർത്തനങ്ങളിൽ ഇഖ്ലാസും, പ്രവർത്തനങ്ങളിൽ നീ നിന്റെ എല്ലാ നസ്റും നൽകണേ തമ്പുരാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഈ രണ്ടും കൂടി ഏറ്റെടുക്കാൻ പറ്റിയ ആളുണ്ടാവില്ല. നാലാമത്തെ ആൾ ഒന്നുകൂടി ചോദിച്ചു നോക്കട്ടെ. നാലാമത്തെ ഒരു അഞ്ചാമത്തെ രണ്ടാളും കൂടെ ഉണ്ടാവോ? നാലാമത്തല്ല, അഞ്ചാമത്തെയും ആറാമത്തെയും ആള് ഒരു രണ്ടാളും കൂടെ ഉണ്ടെങ്കിൽ അൽഹംദുലില്ലാ വലിയ ഖൈറായി. എന്നാ പിന്നെ അതൊരു വിഷമില്ലാതെ നമുക്ക് പോവാം. അൽഹംദുലില്ലാ. ഖൂലൂ തക്ബീർ. ഉറക്ക തക്ബീർ അല്ലേ നമ്മളുടെ മുറാദ് ഹാസിലാവാണ്. ഖൂലൂ തക്ബീർ. തക്ബീറിന്റെ കാരണക്കാരനായ ആ സാഹോദരന്റെ ഹൃദയം നീ ഈമാൻ കൊണ്ട് വെളിച്ചമാക്കണേ അല്ലാഹ്. റബ്ബേ, ആ വീട്ടിൽ എന്തെങ്കിലും ഇല്ലാതിരിക്കട്ടെ, ഉണ്ടായാൽ ഈ സാധനം കൊണ്ട് നീ ശിഫാ നൽകണേ റഹ്മാനെ. റബ്ബേ, മജ്ലിസുന്നൂറിൽ വെച്ചിട്ട് സ്വതക്ക ചെയ്തു എന്നുള്ളത് കൊണ്ട് ആ സഹോദരന് നീ ഹജ്ജിനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. അവസാനത്തേത് 3313 ഒരാള് ഒന്ന് അവസാനായിട്ട് ഇതും കൂടി ഒന്നും കൂടെ ഏറ്റെടുത്തേ. എന്നാ അതോടെ നിർത്തി ഞാൻ ആ 3313 ഇൻഷാ അല്ലാഹ്. ഒരാളൊന്ന് അൽഹംദുലില്ലാ. ഖൂലൂ തക്ബീർ. സന്തോഷായി അൽഹംദുലില്ലാ. ഹനീഫ ഹാജി അല്ലാഹ് ഷരീഫിന്റെ വാപ്പയെന്നാ പറഞ്ഞത്. ഇൻഷാ അല്ലാഹ് അല്ലാഹു ബറക്കത്ത് നൽകട്ടെ. അല്ലാഹു ആ പിതാവിന്റെ എല്ലാ കാര്യങ്ങളിലും ഖൈർ നൽകുമാറാവട്ടെ. അല്ലാഹു ഉദ്ദേശങ്ങൾ നിറവേറ്റി കൊടുക്കട്ടെ. കുടുംബത്തിൽ അല്ലാഹു ബറക്കത്ത് നൽകുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ്. ഇനിയിപ്പോ നമ്മളൊക്കെ ഇനി സാധനങ്ങളൊന്നും ഇവിടെ തരാനില്ല. എന്നാ ഇനി ഞാൻ വേറൊന്നും ചോദിക്കണില്ല, പ്രത്യേകിച്ചൊന്നും ഇല്ല എന്നാ പറഞ്ഞത്. ഇൻഷാ അല്ലാഹ്. എന്നാലും പിന്നെ നിങ്ങളൊക്കെ സ്വതക്ക ഇനി ഇങ്ങനത്തെ ഒരു സംരംഭം സംഘടിപ്പിക്കുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് അവരാരും ക്ഷീണിപ്പിക്കരുത്, അവരാരും പ്രയാസപ്പെടുത്തരുത്. അത് നിങ്ങൾ അങ്ങോട്ട് ഏറ്റെടുക്കണം. അപ്പൊ നമ്മളുടെ ഇടയിൽ ഇപ്പോ 1001 തരാൻ കഴിയുന്നവരും 501 തരാൻ കഴിയുന്നവരൊക്കെ ഉണ്ടാവും. ഇനിയിപ്പോ നിങ്ങളെ കൊണ്ട് ഞാനത് പറയിപ്പിക്കുന്നില്ല. അത് അടുത്ത പരിപാടിയിലേക്ക് നിങ്ങൾക്ക് വേണ്ടി ഞാൻ മാറ്റി വെക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അതും കൂടെ കഴിഞ്ഞ് ഇതുവായിരുന്നു നമുക്ക് പിരിയാം. പ്രിയമുള്ളവരെ, ഒരുപാട് സഹോദരന്മാര് സഹോദരിമാര് വിവിധ ഉദ്ദേശങ്ങൾ വെച്ചുകൊണ്ട് മജ്‌ലിസിലേക്ക് ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. കടങ്ങൾ വീടുവാൻ വേണ്ടി, അസുഖങ്ങൾ സുഖപ്പെടാൻ വേണ്ടി, ഗൾഫ് ജോലി കഷ്ടമില്ലാതിരിക്കാൻ വേണ്ടി, കള്ളുകുടി മാറുവാൻ, കല്യാണങ്ങൾ നടക്കുവാൻ, നല്ല ജോലി ലഭിക്കുവാൻ, വീടില്ലാതെ കഷ്ടപ്പെടുന്നവർ വീട് ലഭിക്കുവാൻ, കച്ചവടം നടക്കുവാൻ, മാനസിക വിഷമങ്ങൾ മാറാൻ, യതീമായ കുട്ടികളുടെ കഷ്ടങ്ങൾ മാറുവാൻ, ശാരീരിക പ്രശ്നങ്ങൾ മാറുവാൻ, ലിവർ സംബന്ധമായ ഹാർട്ട് സംബന്ധമായ അസുഖങ്ങൾ മാറുവാൻ, കച്ചവടങ്ങളിൽ പുരോഗതി ഉണ്ടാകുവാൻ, ഉമ്മവാപ്പാന്മാർക്കും അതുപോലെ തന്നെ ഉസ്താദുമാർക്കുമൊക്കെ ആഫിയത്ത് ഉണ്ടാകുവാൻ, മരണപ്പെട്ടവരുടെ ഖബർ വിശാലമാകുവാൻ,
ഗൾഫിൽ കേസുമായി കുടുങ്ങിക്കിടക്കുന്ന ആളുകൾ അതിൽ നിന്ന് മോചിതരാകുവാൻ, പ്രസവങ്ങൾ സുഖപ്പെടാൻ, ആരോഗ്യമുള്ള കുഞ്ഞുങ്ങൾ ഉണ്ടാവാൻ, കുടുംബജീവിതം സുഖമാവാൻ, മക്കൾക്ക് നല്ല ജോലി ലഭിക്കാൻ, നല്ല വിദ്യാഭ്യാസം ലഭിക്കാൻ, മക്കൾക്ക് മതപരമായ അറിവുകൾ ലഭിക്കാൻ, കുടുംബം മതപരമായ രീതിയിൽ മുന്നോട്ടു പോകുവാൻ, മക്കളുടെ ദുസ്വഭാവങ്ങൾ മാറിക്കിട്ടാൻ, മാറാരോഗങ്ങൾ മാറുവാൻ, പെട്ടെന്നുള്ള അപകടങ്ങളിൽ നിന്ന്, അപകട മരണങ്ങളിൽ നിന്ന് അള്ളാഹു കാക്കുവാനും, കീറി മുറിക്കുന്ന രോഗങ്ങളിൽ നിന്ന് കാക്കുവാനും, അതുപോലെ തന്നെ മരണപ്പെട്ട മാതാവിൻ്റെ പേരിലും അങ്ങനെ മരണപ്പെട്ടവരുടെ പേരിലും അതുപോലെ രോഗങ്ങൾ സുഖപ്പെടുവാനും കടങ്ങൾ വീടുവാനും ഒക്കെയാണ് ഇവിടെ പല ആളുകളും സഹോദര സഹോദരിമാര് ദുആ കൊണ്ട് ഏൽപ്പിച്ചിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഉസ്താദ് എല്ലാവർക്കും വേണ്ടി പ്രത്യേകം ദുആ ചെയ്യും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ മജ്ലിസ് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും പല ആളുകളും ഇത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അഥവാ ഇത് ലൈവായിക്കൊണ്ട് SKICRന്റെ വാട്സപ്പ് ഗ്രൂപ്പ്, അതുപോലെ തന്നെ യൂട്യൂബ്, ഫേസ്ബുക്ക് വഴിയൊക്കെ പല ഭാഗങ്ങളിലും ലൈവായിക്കൊണ്ട് ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പല ആളുകളും ഫോണിൽ വിളിച്ചുകൊണ്ടും മെസ്സേജ് അയച്ചുകൊണ്ടുമൊക്കെ ഈ മജ്ലിസിൽ പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. ഉസ്താദ് എല്ലാവർക്കും വേണ്ടിയും ദുആ ചെയ്യണം എന്ന് പ്രത്യേകം ആവശ്യപ്പെടുകയാണ്. അല്ലാഹു തആല നമ്മുടെ ഈ മജ്ലിസ് നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ഇവിടെ ഒന്ന് രണ്ട് ഉസ്താദുമാർ ഒരു ചെറിയ ആശംസ പ്രഭാഷണത്തിന് സമയമില്ല എന്നാണ് പറയുന്നത്. എന്തായിരുന്നാലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഒരുമിച്ച് കൂടിയ മുഴുവൻ ആലിമീങ്ങൾക്കും അതുപോലെ തന്നെ എല്ലാ കാരണവന്മാർക്കും യുവാക്കൾക്കും സഹോദര സഹോദരിമാർക്കും ഒക്കെ ഇനിയും ഇതുപോലത്തെ മജ്ലിസിൽ ഒരുമിച്ച് കൂടുവാനുള്ള ഭാഗ്യവും തൗഫീഖും നൽകുമാറാവട്ടെ. എല്ലാവർക്കും വേണ്ടി ഉസ്താദ് ദുആ ചെയ്യും. ഉസ്താദിനെ അതിനു വേണ്ടി ക്ഷണിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് എല്ലാവരും വളരെ ഇഖ്ലാസോടെ ആമീൻ പറയാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദഹു. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ വശഫീഇനാ വഹബീബിനാ മുഹമ്മദ്. അർഹമുർ റഹീമീനായ അൽ മലിക്കുൽ മുലൂക്കായ റബ്ബേ, ഞങ്ങൾ മഗ്രിബ് നിസ്കാരം കഴിഞ്ഞ് അല്പം കഴിഞ്ഞത് മുതൽ നിന്റെ ദീനിന് വേണ്ടി ഞങ്ങൾ ദീർഘസമയം ഒരുമിച്ചിരുന്നവരാണ് അല്ലാ. പടച്ചോനെ, ഈ മജ്ലിസ് നീ സ്വീകരിക്കണേ അല്ലാ. ഈ മജ്ലിസ് നീ കബൂലാക്കണേ അല്ലാ. തമ്പുരാനെ, റഹ്മാനെ, നിന്റെ റഹ്മത്ത് ഈ മജ്ലിസിന്റെ മേലിൽ നീ വർഷിപ്പിക്കണേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങൾ തഖ്വ കുറഞ്ഞവരാണ് റബ്ബേ, ഖൗഫ് കുറഞ്ഞവരാണ് അല്ലാ. നീ ഞങ്ങളുടെ ഹൃദയം ഈമാൻ കൊണ്ട് പ്രകാശിപ്പിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, പടച്ചോനെ, ഈ ആമീൻ പറയുന്ന ഞങ്ങളുടെ ഉമ്മയും ബാപ്പയും ജീവിച്ചിരിക്കുന്നവരുണ്ട്. നീ അവർക്ക് ദീർഘായുസ് നൽകണേ റഹ്മാനെ, ആരോഗ്യം നൽകണേ റബ്ബേ, ആഫിയത്ത് നൽകണേ അല്ലാ. അവരെ നീ വേദനിപ്പിക്കല്ല റബ്ബേ, അവരെ നീ രോഗികളാക്കല്ല റബ്ബേ. മക്കളായ ഞങ്ങൾക്ക് അവരുടെ പൊരുത്തം നീ തരണേ തമ്പുരാനെ. ഈ ആമീൻ പറയുന്ന ഞങ്ങളുടെ ഉമ്മയും ബാപ്പയും മരിച്ചവരുണ്ട്. റഹ്മാനെ, നീ അവർക്ക് പുറത്തു കൊടുക്കണേ നാഥ. അവരുടെ ഖബർ വിശാലമാക്കണേ അല്ലാ. അവരുടെ ഖബർ നീ സ്വർഗമാക്കണേ തമ്പുരാനെ. അവരുടെ ഖബർ നീ വിശാലമാക്കണേ അല്ലാ. ഈ രാത്രിയിൽ പ്രത്യേകമായി അവരുടെ ഖബറിലേക്ക് ഇതിന്റെ എല്ലാ സവാബുകളും നീ എത്തിക്കണേ റബ്ബേ. തമ്പുരാനെ, ഞങ്ങളുടെ ഭാര്യക്ക് നീ സന്തോഷം കൊടുക്കണേ റഹ്മാനെ, സമാധാനം കൊടുക്കണേ അല്ലാ. ഒരുമിച്ച് ഞങ്ങളുടെ ജീവിതത്തിൽ നീ ബറക്കത്ത് നൽകണേ റബ്ബേ. കുടുംബ ജീവിതത്തിൽ നീ ഐശ്വര്യം നൽകണേ അല്ലാ. ഉറക്ക ആമീൻ പറയൂ റഹ്മാനെ. ഞങ്ങളിൽ നിന്ന് ആര് ആദ്യം മരിച്ചാലും നിന്റെ സ്വർഗത്തിൽ ഞങ്ങളെ നീ ഒരുമിപ്പിക്കണേ റബ്ബേ. ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കൂ, പരമാവധി ഒന്ന് അടുക്കലേക്ക് വരൂ. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളെ നീ ആലിമീങ്ങളാക്കണേ റഹ്മാൻ.
റഹ്മാനെ. ഹാഫിളീങ്ങളാക്കണേ അല്ലാ, ദീനിന് ഉപകാരപ്പെടുന്നവരാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ അവരെ വഴിതെറ്റിക്കല്ല റബ്ബേ, അവരെ മദ്യപാനികളാക്കല്ല റബ്ബേ, അവരെ ലഹരി ഉപയോഗിക്കുന്നവരാക്കല്ല റബ്ബേ. നിന്നോട് തേടുകയല്ലാതെ, നിന്റെ അടുക്കൽ സമർപ്പിക്കുകയല്ലാതെ ഞങ്ങളുടെ അടുക്കൽ യാതൊരു നിയന്ത്രണവുമില്ല അല്ലാ. നീ അവരെ ഏറ്റെടുക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ പെൺകുട്ടികൾക്ക് നീ ആരോഗ്യം നൽകണേ റഹ്മാനെ. അല്ലാഹുവേ അവർക്ക് കല്യാണ പ്രായമെത്തിയാൽ വേഗത്തിൽ നീ അത് എളുപ്പമാക്കണേ അല്ലാ. ദീനുള്ള ഭർത്താക്കന്മാരെ അവർക്ക് നീ കൊടുക്കണേ തമ്പുരാനെ. റഹ്മാനെ ഞങ്ങളുടെ ആൺകുട്ടികൾക്ക് നീ നല്ല വിദ്യാഭ്യാസം കൊടുക്കണേ റബ്ബേ, നല്ല ജോലി കൊടുക്കണേ റബ്ബേ, ജീവിതോപാധികൾ എളുപ്പമാക്കണേ അല്ലാ, കല്യാണം എളുപ്പമാക്കണേ അല്ലാ. ഈ ആമീൻ പറയുന്ന പലരും പല മാനസിക വിഷമങ്ങളും കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ്, കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണ്. റബ്ബേ നീ ഏറ്റെടുക്കണേ അല്ലാ. നീ സങ്കടങ്ങൾ തീർക്കുന്നവനാണല്ലാ, സങ്കടങ്ങൾ തീർക്കണേ അല്ലാ. ഞങ്ങളൊക്കെ ഒരുപാട് ബാധ്യതകളുള്ളവരാണ്, ചെറിയ പിഞ്ചു മക്കളുള്ളവരാണ്. പെട്ടെന്ന് ഞങ്ങളെ മരിപ്പിക്കല്ല റഹ്മാനേ. ഞങ്ങളുടെ മക്കളെ നീ യതീമുകളാക്കല്ല റബ്ബേ. മറ്റുള്ളവർക്ക് മുമ്പിൽ കൈനീട്ടി യാചിക്കേണ്ട ഗതികേട് ഞങ്ങൾക്കും ഞങ്ങളുടെ തലമുറകൾക്കും നീ നൽകല്ല തമ്പുരാനെ. നീ ഈ സദസ്സിൽ ഒരുമുന്ന എല്ലാവരെയും ഈമാനിന്റെ അഹ്ലുകാരാക്കണേ റബ്ബേ. എന്തൊക്കെ അസുഖങ്ങളാണ് ഞങ്ങളിൽ പലർക്കുള്ളത്. കിഡ്നിയുടെ അസുഖമുള്ളവരുണ്ട്, ലിവറിന് അസുഖമുള്ളവരുണ്ട്. ഇവിടെ ദുആ ചെയ്യാൻ പറഞ്ഞു. അല്ലാഹുവേ സുഖപ്പെടുത്തണേ റഹ്മാനെ, എളുപ്പമാക്കണേ അല്ലാ. പടച്ചോനെ തമ്പുരാനെ, ഇവിടെ ജോലിയെടുത്ത് ഉസ്താദായി നേതൃത്വം നൽകുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരൻ ഉസ്താദ് അവർക്ക് റഹ്മാനെ നീ ഖൈർ നൽകണേ തമ്പുരാനെ. ബഹുമാന്യനായ ഹനീഫാൻ വരിയുടെ ഈ നേതൃത്വത്തിൽ നീ ബറക്കത്ത് നൽകണേ തമ്പുരാനെ. എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഹക്കീം അൻവരി ഇവിടെയുണ്ട്, മറ്റുള്ള ഉസ്താദുമാർ ഇവിടെയുണ്ട്. അവരുടെയൊക്കെ ജോലികളിൽ, കുടുംബ ജീവിതത്തിൽ നീ ബറക്കത്ത് നൽകണേ റഹ്മാനെ. അല്ലാഹുവേ ഈ സമുദായത്തിന് നന്മ മാത്രം വഴികാട്ടാൻ ഉസ്താദുമാർക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ. സ്വന്തം വീട്ടിലെ കാര്യത്തെക്കാൾ ആവേശത്തോടെ ഈ പള്ളിയുടെ കാര്യം നോക്കുന്നവർ, ഈ മദ്രസയുടെ കാര്യവുമായി നടക്കുന്ന ഇതിന്റെ ഭാരവാഹികൾ, നീ അവരെ സഹായിക്കണേ തമ്പുരാനെ, നീ അവരെ രക്ഷിക്കണേ അല്ലാ. റബ്ബേ എന്റെ അഭിവന്ദനായ ഇബ്രാഹിം അൻവരിയുടെ ജീവിതത്തിൽ നീ ഖൈർ നൽകണേ തമ്പുരാനെ. ഒരുപാട് ആളുകൾ പല കാര്യങ്ങൾക്കും ഇവിടെ ദുആ ചെയ്യാൻ പറഞ്ഞു. സമസ്തയുടെ നേതാക്കൾക്ക് നീ ആഫിയത്തും ദീർഘായുസ്സും നൽകണേ റഹ്മാനെ. ഇവിടെയുള്ള പ്രവർത്തകന്മാർക്ക് നീ ശക്തിയേകണേ അല്ലാ, പ്രവർത്തിക്കാനുള്ള മനസ്സ് നൽകണേ അല്ലാ. ഞങ്ങളെ നീ സ്വീകരിക്ക് റബ്ബേ, ഞങ്ങളെ നീ കബൂലാക്ക് അല്ലാ. റബ്ബേ മരിക്കുന്ന സമയത്ത് കലിമ ചൊല്ലാൻ നീ തൗഫീഖ് നൽകണേ അല്ലാ. ഇവിടെ വിതരണം ചെയ്യപ്പെടുന്ന ഭക്ഷണത്തിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാ. അതിലേക്ക് സ്വതക്ക ചെയ്തവർക്ക് നീ അർഹമായ പ്രതിഫലം നൽകണേ തമ്പുരാനെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. റബ്ബേ ഒരുപാട് ആളുകൾ ഗൾഫിൽ കഷ്ടപ്പെടുന്നവരുണ്ട് തമ്പുരാനെ. ഈ ലൈവ് ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. വസല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈരി ഖൽഖി സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈന. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم.